അവരോട് അവസാനത്തെ ദൂത മുന്നമേ രാജ്യവും നീതിയും അന്വേഷിക്കുന്നോട് പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ധൈര്യപ്പെടണം. വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയം. അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് വാജ്പേയി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിനെ വിളിച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാട്. വലിയൊരു സന്തോഷമുണ്ട്. കാരണം പണ്ടൊരിക്കൽ ഇത് ഭ്രാന്തന്മാരുടെ നാടാണെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ദൈവത്തിൻ്റെ നാടാണെന്ന് ആ നാവിലൂടെ തന്നെ കേൾപ്പിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രേരണ വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ. ഈ നാടിനെ മാറ്റിയ, ദേശത്തെ മാറ്റിയ, സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിയ, ഉജ്ജ്വലമായ ഇടപെടൽ നടത്തിയത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷം ഉയർത്തിവിട്ട ചൈതന്യം പോലെ വലിയ പരിവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ മറ്റൊരാശിക സംഹിതയ്ക്കും ഇന്ത്യ നാഴിക വരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നത് മറക്കണ്ട. ഞാനിതിനെ കാര്യമായിട്ട് ഒന്ന് വിശദീകരിച്ച് വരാം. ആദ്യം തന്നെ പറയട്ടെ, ഈ മതം മാറി മതം വിട്ടു എന്നൊക്കെ ഉള്ള വാദം തന്നെ അങ്ങേയറ്റം തെറ്റാണ്. എന്താണ് അതിൻ്റെ കാരണം? അതൊരല്പം നിങ്ങൾ കേൾക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം, ഞാനിങ്ങനെയുള്ള ഒരല്പം ചരിത്രമൊക്കെ പറയുന്ന ഒരു സുവിശേഷകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കൊല്ലം എന്നെ വിളിച്ചത്. ചിലർ പറയാറുണ്ട്, ചിലരല്ലൊരു SI തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇന്ത്യയുടെ ചരിത്രവും കേരള ചരിത്രവും ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നത്? പക്ക യേശു രക്ഷിക്കും, സഹായിക്കും, സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞാൽ പോരെ? ഒരു യോഗം കഴിഞ്ഞാണ് നമ്മുടെ ആ സ്ഥലപ്പേര് നമ്മുടെ പൊട്ടുകുളോ അങ്ങനെ സ്ഥലത്ത് ചില നാൾക്ക് MP സോമഭാസ്കർക്ക് അറിയാം, പ്രസംഗിച്ച് കഴിയുക അവിടെ വന്നു 2 വണ്ടി പോലീസ്. ഞാനെല്ലാം കേട്ടു, വലിയ സന്തോഷം. നല്ലൊരു മനുഷ്യൻ, ശാന്തനായിട്ട് ഇത് പറഞ്ഞു തരിക, ഹൗ ടു പ്രീച്ച് ഗോസ്പൽ. നമ്മുടെ ന്യൂൻഡിയിലൊന്നും അത് പഠിപ്പിക്കില്ല അത്രയും കൃത്യമായിട്ട്, ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കില്ല. ഞാനടുത്ത് ഈ മനുഷ്യൻ ഉപദേശി ആയില്ലല്ലോ എന്ന് ഓർത്തു. കാരണം അത്ര സൗമ്യതയോടെ പറയുക, പാസ്റ്റർമാർ ഇതൊന്നും അല്ല പറയണ്ടേ, മറിച്ച് യേശു വേഗത്തിൽ വരും, നമ്മുടെ ട്യൂമർ മാറ്റും, സൗഖ്യമാക്കി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറ് പോകാൻ വരട്ടെ, സുവിശേഷം ഒരു 10-30 കൊല്ലമായിട്ട് പ്രസംഗിക്കുന്ന എന്നെ പഠിപ്പിച്ച സ്ഥിതിക്ക് ഞാനല്പം ഭരണഘടന പഠിപ്പിക്കും, അത് കേട്ടിട്ടേ പോകാവുള്ളൂ. കാരണം ഇദ്ദേഹം ഈ പഠിപ്പിച്ചതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ഇന്ത്യൻ പൗരനും കൂടാണ്. അതാ കാര്യം. അദ്ദേഹത്തിന് ആ പറഞ്ഞൊന്നും എന്നോട് പറയാൻ അധികാരമില്ല, ഒരധികാരമില്ല. എന്താ കാര്യം? ഞാൻ രാഷ്ട്രവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ള വസ്തുതകളാണ് പറഞ്ഞത്. അതെന്ത് എന്നൊന്ന് പറയാം. ഞാൻ പറയട്ടെ, 2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. അനിവാര്യമെങ്കിൽ ചില വാക്യങ്ങൾ വീണ്ടും പറയും, വായിച്ച് സഹായിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത് വചനവും എഫേസ് ലേഖനം 6-ന്റെ 10 നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി വായിക്കണം. മത്തായി 6-ന്റെ 33, എഫേസ്യൻസ് 6-ന്റെ 10. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മതി. 6:10 എഫേസ്യൻസ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. വായിച്ചിട്ടുള്ള ഈ മനോഹര വചനത്തിലൂടെ നമുക്ക് അല്പനേരം സഞ്ചരിക്കേണ്ടതുണ്ട്. 4 സുവിശേഷങ്ങൾ ബൈബിളിലുണ്ട്. ആ സുവിശേഷങ്ങൾക്ക് 4 തരം ലക്ഷ്യങ്ങളുണ്ട്. ആദ്യ സുവിശേഷം മത്തായിയാണ്. മത്തായി തൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ഒരു രാജാവായി അവതരിപ്പിക്കുന്നു. ജൂതസമൂഹം കാത്തിരുന്ന പ്രതീക്ഷിത മശിഹ യേശുക്രിസ്തുവാണ് എന്ന് ചരിത്ര സംഗതികളെ ഉദ്ധരിച്ചും പ്രവചന നിവൃത്തിയെ ആധാരമാക്കിയും സ്ഥാപിച്ചെടുക്കുകയാണ് ഒന്നാമത്തെ സുവിശേഷം. രണ്ടാമത്തെ സുവിശേഷമായ മാർക്കോസിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ യേശുവിൻ്റെ രാജ്യത്വം വസ്തുതാപരമെങ്കിലും എത്ര ശ്രമിച്ചിട്ടും മാർക്കോസ് യേശുവിൽ കാണുന്നത് നമുക്ക് വേണ്ടി പാദസേവയും ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ മുമ്പിൽ വന്നൊരു മനുഷ്യനെപ്പോലെ നിന്ന് ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു ദാസനെയാണ് യേശുക്രിസ്തുവിൽ മാർക്കോസ് കണ്ടെത്തുന്നത്. മൂന്നാം സുവിശേഷത്തിലേക്ക് അടുക്കുമ്പോൾ വളരെ വിഭിന്നമാണ്. മറ്റ് 2 ആളുകളും കണ്ടതിന് വിരുദ്ധമായ കാഴ്ചയല്ല, മറിച്ച് തികവുള്ള ഒരു മനുഷ്യനാണ് യേശുക്രിസ്തു എന്ന് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. ഒന്നാം സുവിശേഷത്തിൽ രാജാവാണ്,
രണ്ടാം സുവിശേഷത്തിൽ ദാസനാണ്, മൂന്നാം സുവിശേഷത്തിൽ യേശു മനുഷ്യനാണ്. ഇതാണ് 3 സുവിശേഷങ്ങൾ. ഈ 3 സുവിശേഷങ്ങളെ ചേർത്ത് പറയാറുണ്ട് സമാന്തര സുവിശേഷങ്ങൾ, സമവീക്ഷണ സുവിശേഷങ്ങൾ, ഒരേ കാഴ്ചപ്പാടിൽ പോകുന്ന സുവിശേഷങ്ങൾ. ഇവയിൽ ഉപമകളുണ്ട്, യേശുവിൻ്റെ പ്രസംഗങ്ങളുണ്ട്, അത്ഭുത പ്രവൃത്തികളുണ്ട്. വളരെ മനോഹരമാണ് ഈ 3. ഞാൻ യോഹന്നാനെ ഈ കൂടെ ചേർത്ത് പറഞ്ഞിട്ടില്ല എന്നായിരിക്കും നിങ്ങളുടെ ആശങ്ക. അവിടേക്ക് വരും മുമ്പ് ഈ 3 കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം പറയേണ്ടതുണ്ട്. രാജാവായി യേശുവിനെ കാണുന്ന മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ച ഉപമകളെല്ലാം രാജാവുമായി ബന്ധപ്പെട്ടതാണ്. രാജാവിൻ്റെ വിവാഹം, രാജാവിൻ്റെ വിവാഹ ക്ഷണപത്രം കൊണ്ടു കൊടുക്കുന്ന സേവകര്, രാജാവ് ക്ഷണിച്ചിട്ട് വിവാഹത്തിന് വരുന്നവർ, ആ വിവാഹത്തിൽ വന്ന് മര്യാദ കൂടാതെ പങ്കെടുത്തിട്ട് തള്ളിക്കളയുന്ന മനുഷ്യര്, ചുരുക്കത്തിൽ രാജാവും രാജ്യത്വവുമൊക്കെയാണ് ആ സുവിശേഷത്തിൻ്റെ വിവക്ഷ. ഇനി രണ്ടാം സുവിശേഷത്തിൽ എഴുത്തുകാരനായ മാർക്കോസ്, അദ്ദേഹം യേശുവിൻ്റെ ശിഷ്യനല്ല, പക്ഷേ യേശുവിനെ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട്. കാരണം നിർണായക ഘട്ടങ്ങളിലൊക്കെ യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് സഹായം നിന്ന ഒരു സമ്പന്ന ഭവനമാണ് മാർക്കോസിൻ്റെത്. മാർക്കോസിൻ്റെതെന്ന് അറിയപ്പെടുന്ന ഒരു മാളിക മുറിയുടെ പ്രത്യേകത 120-ലധികം ആളുകളെ ഒരേ സമയത്ത് സന്ധിക്കാൻ പറ്റിയ സൗകര്യം അതിലുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ സാമ്പത്തിക പശ്ചാത്തലമുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ഗസ്സമന എന്ന തോട്ടം പോലും മാർക്കോസിൻ്റെതാണ്, ആ കുടുംബത്തിൻ്റെതാണ് എന്നാണ് പഠനം. പക്ഷേ മാർക്കോസ് വീക്ഷിച്ച നല്ല സമ്പന്നനായ ധാരാളം തൊഴിലാളികൾക്ക് പണം കൊടുക്കുന്ന സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാർക്കോസ് എത്ര ശ്രമിച്ചിട്ടും യേശുവിനെ കണ്ടത് തൻ്റെ ശിഷ്യന്മാരുടെയും പാദം കഴുകുന്ന ദാസ്യവൃത്തി ചെയ്യാൻ മനസ്സു കട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിലുടനീളം ദാസനും യജമാനനുമാണ് കഥാപാത്രങ്ങൾ. ജോലിക്ക് വരുന്ന ദാസൻ, യജമാനൻ അയാളോട് ഇടപെടുന്ന രീതി, നല്ല ദാസൻ, മോശപ്പെട്ട ദാസൻ, നല്ല യജമാനൻ, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇതിവൃത്തം. ഇനി മൂന്നാമത്തെ സുവിശേഷത്തിൽ കണ്ടത് മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ഒരു ഡോക്ടറാണ്, വൈദ്യനാണ്. വൈദ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ വരുന്ന രോഗി സുഖപ്പെട്ടു കാണണം. എന്നാൽ വൈദ്യനും ഒരിക്കൽ പിടികിട്ടും, ഏത് രോഗം മാറിയാലും ഒരു ദിവസം ഒടുക്കത്തെ ശത്രുവായ മരണം ഏത് രോഗിയെയും കാർന്നു തിന്ന് അയാൾ ഇഹലോകം വിട്ടു പോകും. അതുകൊണ്ട് എല്ലാ സൗഖ്യവും കാലഹരണപ്പെടുന്നതാണ്, എല്ലാ മരുന്നും അപ്രസക്തമാണ്. മരുന്നുകൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത രോഗങ്ങളുണ്ട്, എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗമുണ്ട്. എന്നാൽ ഏത് തരം രോഗം ബാധിച്ച ആളിനെയും സൗഖ്യമാക്കിയ ചരിത്രങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചിട്ട് ഒരുവൻ മരിക്കുന്നു. മരിക്കുക മാത്രമല്ല, സാധാരണ കണ്ടുവരുന്നത് ശരീരം മണ്ണോട് ചേരേണ്ടതാണ്. അങ്ങനെ മണ്ണിൻ്റെ ഭാഗമാകണമെങ്കിൽ ആ സാമാന്യ തത്വങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് മണ്ണിൽ നിന്ന് ഒരുവൻ മരിച്ച് മണ്ണിലേക്ക് ചേരാതെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ലൂക്കോസ് യേശുവിൽ ഒരു മനുഷ്യനെ കണ്ടെത്തി, തികവുള്ള മനുഷ്യൻ. ഈ 3 സുവിശേഷങ്ങളിലും ഉപമകളുണ്ട്. അതിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഉപമകളാണ് 3-ാം സുവിശേഷത്തിൽ. 4-ാം സുവിശേഷം തീർത്തും വ്യത്യസ്തമാണ്. മറ്റു 3 പേർ പറയുന്നതിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് 4-ാം സുവിശേഷം യേശുവിനെ ദൈവമായി കാണുന്നു. ഇതാണ് 4 സുവിശേഷങ്ങൾ. അതിൽ നമ്മൾ പ്രഥമ സുവിശേഷമാണ് വായിച്ചത്. അതിൽ കണ്ടത് രാജാവും രാജ്യവുമൊക്കെയാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു ചിന്ത അത് മുമ്പോട്ട് വെക്കുന്നു. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ആളുകൾ ഇത് തെറ്റിച്ച് സകലതിൽ ലഭിക്കും എന്നൊക്കെ പറയാറുണ്ട്. വാക്യത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്നല്ല, എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ്. ആ മലയിലുമല്ല ഈ മലയിലുമല്ലെന്ന ഒക്കെ തെറ്റിച്ച് വചനം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ബൈബിളിലില്ല. പാട്ടുകാർ ഒരു വാക്യം തെറ്റിക്കാറുണ്ട്. രാജാവുള്ളിടത്ത്, അങ്ങനെ ബൈബിളിലുണ്ടെങ്കിലൊന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. വിശുദ്ധ ബൈബിളിൽ അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ട് ഇപ്പം. എന്തെന്നാ, രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെങ്കിൽ ഈ സൗദി അറേബ്യയിലൊക്കെ മനുഷ്യന് പോകാൻ പറ്റുമോ? രാജകോലാഹലമല്ല, അവിടെ ഇപ്പോഴും രാജാവുണ്ട്, മൊത്തം കോലാഹലമാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ വാക്യത്തിൽ ചെറിയ തെറ്റുമൊക്കെ വരുത്തി ആൾ ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ? അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിൽ ഈ അധ്യായമേ സാധാരണ പറയൂ, വാക്യം പറയാറില്ല. എൻ്റെ കാരണം താഴെ മുള്ളുള്ളതൊക്കെ ദൈവമക്കൾ വായിച്ചത് കണ്ടെത്തണം. അതിനു വേണ്ടിയാണ്. സന്തോഷമല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം, രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള
സാമൂഹിക ചിന്തകളെ പൊതുവിൽ പറയുന്ന പേരാണ് പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം. ഇപ്പോൾ നമ്മുടെ ഒരു ഇലക്ഷൻ എത്തി നിൽക്കുകയാണ്, ഒരു പ്രസക്തമായ ഇലക്ഷനിലേക്ക് പോവാണ്. ആമുഖമായി തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വല്ല പെൻഷനൊക്കെ കിട്ടുന്നെങ്കിൽ എടുത്ത് കൈ പിടിച്ചോണം. ആ കൂടെ മരുന്നിനുള്ള പൈസയൊക്കെ കിട്ടും നാളെ. ഇപ്പോൾ രണ്ടുകൂടെ ചേർത്താൽ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകാം. അങ്ങനെ ഇലക്ഷൻ പടിവാതുക്കൽ വന്നെത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. എനിവേ, പറഞ്ഞു വന്നത്, അവിടെ പൊളിറ്റിക്സ് എന്നൊരു പദമുണ്ട്. ആളുകൾ ചിലപ്പോഴൊക്കെ അവസരവാദികളാണ് മനുഷ്യൻ. നിങ്ങളെല്ലാം ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ആര് ഭരിച്ചാൽ നമുക്ക് എന്നാന്ന് പറഞ്ഞിട്ട് രാവിലെ ഓടിപ്പോവുകയും ചെയ്യും. എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കറിയാം ആർക്ക് ചെയ്യണം, എങ്ങനെ ജയിക്കണം, ആര് ജയിക്കണം, എന്നിട്ടും പറയും അതൊരു തോൽവിയുടെ ഭയമാണ്. നിങ്ങളാ ചെയ്യുന്ന ആൾ തോറ്റുപോയെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇതൊക്കെ തുല്യമാണെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒന്ന് ആവശ്യമാണ്. കാരണം ഒരു മുഖ്യമന്ത്രി വേണം, MLA വേണം, കളക്ടർ വേണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി തസ്തികകൾ ഈ രാജ്യത്തുണ്ട്. പോലീസ് വേണം. ഇതൊന്നും ഇല്ലെന്ന് കൂട്ടുക. പ്രധാനമന്ത്രി ഇല്ല, വേണ്ടാത്ത കുറേ സാധനമുണ്ട്, ഗവർണർ, ഇങ്ങനെയൊക്കെ കുറേ സാധനമുണ്ട്, ചീഫ് വിപ്പ്. ഇതൊക്കെ വെറുതെ നമ്മുടെ പൈസ തിന്ന് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് കാലത്തെ തസ്തികയാണ് ഗവർണർ. അങ്ങനെ ഒരാൾ അവിടെ ഇരുന്നില്ലെങ്കിലും ആകാശം ഇടിഞ്ഞൊന്നും വീഴത്തില്ല. ചീഫ് വിപ്പ് 4 വർഷം കിട്ടിയിട്ട് 5 വർഷം കൊണ്ട് എത്ര വിപ്പ് കൊടുത്തു എന്ന് ചോദിച്ചാൽ വലിയ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ കുറേ തസ്തികയുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ പതി ചീത്തയിലും കേൾക്കായിരുന്നു വിപ്പ് ആയിട്ടിരുന്നത്. ഇന്ന് അതുമില്ല, മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് നമുക്കിത് പൂർണ്ണമായും തള്ളിപ്പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? ഇതൊന്നും ഇല്ലെന്ന് കൂട്ടുക. മുഖ്യമന്ത്രി ഇല്ല, പ്രധാനമന്ത്രി ഇല്ല, അല്ലെങ്കിൽ പോലീസില്ല, പട്ടാളം ഇല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത് ഗുണ്ടകളാണ്. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പാനൊക്കത്തില്ല. ആ വഴിക്ക് ഗുണ്ട കാണും, ആ വഴിക്ക് മറ്റ് കൊട്ടേഷൻ ടീമുകൾ കാണും, പണത്തിന് വാല്യൂ കാണില്ല. അപ്പോൾ രാഷ്ട്രീയം ആവശ്യമായ ഒന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പതിവായിട്ട് നോട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ഒരാളാണ്, അത് പോട്ടെ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ കാര്യം പറയുകയും ചെയ്യാം. തിരിച്ചിങ്ങോട്ട് വരാം. ഞാനൊരു വലിയ രാഷ്ട്രീയ വിഷയം നിങ്ങളോട് പറയാം. ഇവിടുത്തെങ്ങും അല്ല, ഇസ്രയേലിലെയാണ്. അത് പഠിച്ചാൽ മനസ്സിലാകും. രാഷ്ട്രീയം ബൈബിളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തെ വെറുക്കുന്ന മനുഷ്യരൊക്കെ ഈ നാളത്തെ മനോരമ വായിക്കുക, എന്നിട്ട് വൈകിട്ടിരുന്ന് 1-2 ദിനവൃത്താന്തം വായിക്കുക. നാളത്തെ മനോരമയിൽ വരുന്ന രാഷ്ട്രീയത്തെക്കാൾ ഭീകരമായ രാഷ്ട്രീയം ഈ ദിനവൃത്താന്തത്തിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. അതൊക്കെ തനി പൊളിറ്റിക്സാണ്. 1-2 ദിനവൃത്താന്തങ്ങൾ, അതുപോലെ രാജാവാകാൻ വേണ്ടി ശ്രമിച്ച അട്ടിമറികൾ, അബ്ശാലോം ചെയ്തത്, ഇതിങ്ങനെയുള്ള ഒത്തിരി കഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം മോശമാണ്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബൈബിളിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മത്തായിലേക്കൊന്ന് വരണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, മത്തായി പറയുന്നുണ്ട് രാജ്യവും നീതി അന്വേഷിക്കുക. നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പണ്ട് അവരുടെ രാഷ്ട്രം കിട്ടിയ സമയത്ത് കോടതി ഭരണമായിരുന്നു. ഒരു മജിസ്ട്രേറ്റ് ഭരിക്കുക, നീതി വിഭാജിച്ചു കൊടുക്കുക. മജിസ്ട്രേറ്റ്, അതിനാണ് നമ്മൾ ജഡ്ജസ് എന്ന് പറയുക. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ കോടതി ഭരിക്കുകയാണ്. അങ്ങനെയാണ്. നമ്മുടെ സഭകളുമൊക്കെ സൂക്ഷിച്ചു പോയില്ലേ, കോടതി ഭരിക്കും. അതാണ് വിഷയം. തിരഞ്ഞെടുപ്പൊക്കെ മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ കോടതി കയറി പിടിക്കും. കാരണം ഇത് സൊസൈറ്റിയോ ട്രസ്റ്റോ ഒക്കെയാണ്. നേരാമണ്ണം പോയില്ലെങ്കിൽ കോടതി ഇടപെടും. കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. കാരണം ഈ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീകങ്ങൾ നോക്കുന്നിടത്ത് നിങ്ങൾക്കൊരു കാഴ്ച കാണാം. കണ്ണ് മൂടിക്കെട്ടി ഒരു സ്റ്റാച്ചു ഇങ്ങനെ കയ്യിലൊരു തുലാസം പിടിച്ചിരിക്കുന്നു. തുലാസ് അല്ലെങ്കിൽ ത്രാസ്, അത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ തുലാസ്, ത്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? റോയ് പാസ്റ്റർ തല ഉലുക്കുന്നില്ല. അതിൻ്റെ കാരണം പുള്ളിക്ക് വലിയ പ്രായമൊന്നും ആയില്ല എന്ന് കാണിക്കാനാണ്. നമ്മളൊക്കെ വൃദ്ധന്മാരായി കൊച്ചു പയ്യനാന്ന് കളിക്കാൻ വേണ്ടി ഒന്ന് തല ഉലുക്കുമെന്ന് ഞാൻ ഓർത്തു. പോട്ടെ. തുലാസ് അല്ലെങ്കിൽ ത്രാസ് പഴയ സാധനം, ഇപ്പോൾ ഒന്നുമില്ല. തുലാസ് കൈ പിടിച്ച് എന്തിനാ ഇരിക്കുന്നേ? കണ്ണ് കെട്ടി എന്തിനാ ഇരിക്കുന്നേ? മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്നും അറിയണ്ട. ഇദ്ദേഹത്തിന് ആകെ അറിയേണ്ടത് ഇതിൻ്റെ തൂക്കം കാണാതെ പറയാനുള്ള കഴിവ്. അങ്ങനെയാണ്. പക്ഷേ രണ്ടിടത്തും കേൾക്കണം, 2 ഭാഗവും കേൾക്കണം. അതിന് പറയുന്നതാണ് ഓഡി ആർട്ടം പാർട്ടം. യു ഷുഡ് ബി ഓഡിബിൾ ടു ബോത്ത് സൈഡ്. 2 സൈഡും കേൾക്കണം കോടതി. മനസ്സിലായില്ലേ? നമ്മുടെ ചർച്ച് ലീഡേഴ്സൊക്കെ പഠിച്ചോണം, 2 സൈഡും കേൾക്കണം. അല്ല ആദ്യം ഓടിച്ചെന്ന് പറയുന്നവൻ്റെ നീതി നടപ്പിലാക്കി കൊടുക്കരുത്. പോലീസിനൊക്കെ പറ്റുന്ന പരാജയം ആദ്യം ചെന്നവൻ്റെ കൂടെ അങ്ങ് നിൽക്കുക. അങ്ങനെ ചെയ്യരുത്. 2 സൈഡും കേൾക്കണം. പരാതിയുടെ 2 വശവും പരിശോധിക്കണം. അതാണ് കോടതി. തിരിച്ചും മറിച്ചും ഒക്കെ പരിശോധിക്കും. ഇങ്ങനെ ആ ജഡ്ജസ് ഭരിച്ച് ആ കൂടെ നല്ല കുസൃതിക്കാരായ ന്യായാധിപന്മാരും ഉണ്ടായിരുന്നു. ഒരുത്തം കണ്ടില്ല, കുറുക്കനെ വാലോട് വാല് ചെറുത്ത് വെച്ച് കെട്ടി നിൻ്റെ പറമ്പിലേക്ക് വിടുക. ഇങ്ങനെയുള്ള ന്യായാധിപന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കാണാം. ഇത് പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഈ ന്യായാധിപന്മാരും കൈകൂലി വാങ്ങി, ന്യായം മറിച്ചു കളഞ്ഞു. ആ സ്ഥിതി വന്നു. പുരോഹിതന്മാർ അതിന് കൂട്ടുനിന്നു. കാരണം
ന്യായാധിപൻ ഇതിങ്ങോട്ട് വിശദീകരിച്ചു വരുമ്പോൾ, ന്യായം നടപ്പിലാക്കുമ്പോൾ വിശദീകരിക്കേണ്ടത് പുരോഹിതനാണ്. കാരണം ലോ അല്ലെങ്കിൽ ചട്ടം പഠിച്ചത് അവരാണ്, നിയമം പഠിച്ചത്. അവർ തെറ്റായി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ വ്യാജമായി പ്രവചിച്ചു, ന്യായാധിപൻ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ച് കളഞ്ഞു, പുരോഹിതൻ ലക്ഷ്യോന്മുഖമല്ലാത്ത തിന്മകൾ ചെയ്തപ്പോൾ ജനം കരഞ്ഞിട്ട് ഒരു നിർദ്ദേശം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചു. ഞങ്ങൾക്കും ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്നത് പോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണം. ഇത് പറഞ്ഞു. അങ്ങനെ ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് ഒരു രാജാവിനെ വാഴിക്കേണ്ട നിയമം കൃത്യം ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞു. ബാക്കി നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എന്താണെന്നറിയണ്ടേ? നിന്റെ ദൈവമായ യഹോവ നിനക്കൊരു ദേശം അവകാശമായി തരുമ്പോൾ, ആ ദേശം നീ കൈവശപ്പെടുത്തി കഴിയുമ്പോൾ, നിനക്കൊരു രാജാവിനെ വാഴിക്കണമെന്ന് തോന്നിയാൽ നീ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരുവനെ ആക്കണം, വിദേശിയെ ആക്കരുത്. വൈദേശികനെ ആ സ്ഥാനത്താക്കരുത്. അങ്ങനെയാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം പറയാണ്, ആ മനുഷ്യന് കുതിരകൾ അനവധി ഉണ്ടാകരുത്. എന്താ കുതിര ഒത്തിരി ഉള്ള കുഴപ്പം? നല്ല കുഴപ്പമാണോ? ഇപ്പോൾ ഒരു കാഴ്ച പലപ്പോഴും ഇലക്ഷനിൽ കാണാം. ഒരു സ്ഥാനാർത്ഥി നിന്നിട്ട് അയാൾ അർത്ഥപ്പട്ടണിക്കാരനാണ്, അയാൾ ഒത്തിരി കഷ്ടപ്പാട് ജീവിക്കുന്ന ആളാണ്. ഇതൊക്കെയാണോ MLA ആകാനുള്ള യോഗ്യത? അയാൾക്കില്ലെങ്കിൽ ആ കാര്യത്തിന് സ്ഥാനം മേടിച്ചു കൊടുക്കണം. അതിന് വോട്ടാണോ കൊടുക്കണ്ടേ? ഇല്ലായ്മക്കാരനാണോ പഞ്ചായത്ത് മെമ്പർ? അങ്ങനൊന്നുമില്ല. ഇല്ലായ്മ ഉണ്ടെന്നുള്ളതും സമ്പത്തുണ്ടെന്നുള്ളതും ഈ നിയമമുണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ പോകാനുള്ള യോഗ്യതയോ അയോഗ്യതയോ അല്ല. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എന്തിനാ കുതിരകൾ അനവധി ഉണ്ടാകരുതെന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം തന്നെ താഴെ എഴുതിയിരിക്കുകയാണ്. നല്ല കുതിരകൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇത്തരം കുതിരകളെ വാങ്ങാൻ ഏറ്റവും നല്ല കുതിരകളെ കിട്ടുന്ന ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് ഇവൻ പോകാനിടവരും. അങ്ങനെ ഇന്ന് കണ്ട മിസ്രൈമിനെ മേലിൽ കാണരുത് എന്ന് പറഞ്ഞ് ബന്ധം നിഷേധിച്ചു വന്ന സ്ഥാനത്ത് ഇവൻ വീണ്ടും കുതിരയെ വാങ്ങാൻ പോകും. മനസ്സിലായോ? കുതിര വേണ്ടെന്നല്ല, അനവധി കുതിര ഉണ്ടാവരുത്. മൂന്നാമത്തെ കാര്യം, അവൻ വിവാഹം കഴിക്കരുതെന്നില്ല. പക്ഷെങ്കിൽ എന്താ കാര്യം? അനവധി ഭാര്യമാരെ എടുക്കരുത്. കാരണം ഈ സ്ത്രീകൾ ഇവനെ വശീകരിച്ച് ആ രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തി ഏതെങ്കിലും തരത്തിൽ ശത്രുപക്ഷത്ത് ചെല്ലാം. അതുകൊണ്ട് അതും പാടില്ല. നിബന്ധനകൾ ഇത്രയും മനസ്സിലായോ? ആവർത്തനം 17. ഇനി നമ്മുടെ സോളമൻ ദ ഗ്രേറ്റിൻ്റെ യോഗ്യത പഠിക്കുക. ശലോമോൻ രാജാവ് 3005 ഗീതകങ്ങൾ, നീതിമൊഴികൾ ഈ കൂടെ പറയാണ്. മറ്റൊരു കാര്യം, 1005 നീതിമൊഴികൾ, 3000 സദൃശവാക്യങ്ങൾ, ചുവരിൽ വിടരുന്ന ഈസോപ്പിനെ കുറിച്ചുള്ള പഠനങ്ങൾ, നിലത്തിഴയുന്ന ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഈ കൂടെ മറ്റൊരു യോഗ്യത പറഞ്ഞു, 40,000 കുതിരാലയങ്ങൾ, 12,000 കുതിരച്ചേവകർ. തെറ്റിയില്ലേ? ആവർത്തനം തെറ്റിച്ചു. 40,000 കുതിരാലയങ്ങൾ, 12,000 കുതിരച്ചേവകർ, 300 കുലീന ഭക്തിമാര്, 700 പരം കോങ്കുബൈൻസ്, അടിമകൾ, അടിമ സ്ത്രീകൾ, അങ്ങനെ 1000 ഭാര്യമാർ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഭാര്യമാർ ഇറങ്ങിപ്പോകുന്ന കണ്ടാൽ നേഴ്സിംഗ് കോളേജ് പിരിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ പോകാൻ തോന്നും. അതുപോലെ പോവാണ്. എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആവർത്തനം 17 ലംഘിച്ചു. അയാൾ തെറ്റിപ്പോയി. ഇനി ഉത്തമ വിധത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഉപമയുണ്ട്. പ്രിയേ, ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. ഫറവാര ഈജിപ്തിലെ രാജാവ്. ഈജിപ്ഷ്യൻ രാജാവിൻ്റെ നാട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള കുതിരകളെ വിലക്ക് വാങ്ങിയ ബന്ധം. ഈജിപ്തിൽ നിന്നൊരു വിവാഹം കഴിച്ചു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ദർശനം മുഴുവൻ നശിച്ചു പോകുന്നു. അടുത്ത ഘട്ടം വരുമ്പോൾ സോളമൻ്റെ മക്കളുടെയൊക്കെ കയ്യിലേക്ക് ഭരണം കിട്ടുമ്പോൾ രാജ്യം 2 കഷണമായി വിഭജിക്കപ്പെടുന്നു. തെക്കേ രാജ്യവും വടക്കേ രാജ്യവും. ജനം നിലവിളിച്ച് പറയുക, ഇതൊന്ന് മാറ്റണം, ഇതൊന്ന് മാറണം. ഇനി രാജാവ് ഞങ്ങൾക്ക് വേണ്ട, ന്യായാധിപനും വേണ്ട, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ല. ദൈവം പ്രതിവിധി ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, അങ്ങ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണം, അങ്ങ് തന്നെ നീതി നടപ്പിലാക്കണം. ഉത്തരമായൊരു പ്രവാചകൻ പറയുക, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിനെ പറ്റി പറഞ്ഞു, അവൻ അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു.
പരിഭാഷ തിരുത്തിക്കോണം. അത്ഭുത മന്ത്രിയല്ല, വണ്ടർഫുൾ കൗൺസലർ, അത്ഭുതാലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യപിതാവല്ല നിത്യതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, സമാധാന പ്രഭു. അതിങ്ങനെ പ്രവചിച്ചു. വീണ്ടും പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും, സമാധാന പ്രഭു എന്നറിയപ്പെടും. ഈ രാജാവ് വരാൻ കാത്തിരിക്കുന്ന ജനതയ്ക്ക് യെശയ്യാവിൻ്റെ പ്രവചനം ഒരു പ്രചോദനമായി ഭവിച്ചപ്പോൾ അവർ വീണ്ടും കാത്തിരിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്നൊരു പ്രവചനം യെശയ്യാവ് പിന്നെ പറഞ്ഞു. സന്തോഷിപ്പിക്കുന്ന വേറെ ചിലത് പറഞ്ഞു. ആ രാജാവേ കേവലം ഒരു മനുഷ്യനല്ല, അവനൊരു കന്യകയുടെ സന്തതിയായി പിറവികൊള്ളും, കന്യകാപുത്രനായിരിക്കും, കന്യകയിൽ നിന്നാണ് അവൻ്റെ ജനനം. ഈ വസ്തുത പറഞ്ഞപ്പോഴൊക്കെ ആളുകൾ ആവേശം കൊണ്ടു. പക്ഷെ അല്പം കഴിഞ്ഞ് ഇതേ യെശയ്യാവ് പറയുക, പക്ഷെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും ദൈവത്തിൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരിക്കും. ഇത് കേട്ട് ഇസ്രായേൽ മക്കൾ ഓർത്തോ, ഞങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഞങ്ങളുടെ മശിഹയ്ക്ക്, ഞങ്ങളുടെ രക്ഷകനെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞു പിടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി മാറുന്ന അവസ്ഥ വരും. വീണ്ടും പറയാ, അവന്റെ ഭീകരമായ ജീവിതാവസ്ഥകളെ കുറിച്ച് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അങ്ങനെ പീഡിപ്പിക്കപ്പെടും ഈ മശിഹ. അതവർക്കത്ര വിശ്വാസം വന്നില്ല. ഇതെല്ലാം 100% കൃത്യതയോടെ നിറവേറിയ ദൈവപുത്രനെ ചൂണ്ടിക്കാണിച്ച് മത്തായി എന്ന സുവിശേഷകൻ പറയുക, അല്ലയോ ഇസ്രായേലേ, നിങ്ങൾ കാത്തിരുന്ന ആ മശിഹ ഇങ്ങു വന്നു, അവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിരാകരിക്കുന്ന ജനത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എഴുതിയ സുവിശേഷമാണ് 1-ാം സുവിശേഷമായ മത്തായി. ഇനി ഈ മത്തായിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം നല്ല പൊളിറ്റിക്സാണ്, രാഷ്ട്രീയം, പക്കാ രാഷ്ട്രീയ. വ്യത്യാസം എന്താണെന്ന് പറയുന്നത്, ഇന്ന് കാണുന്ന ഏർപ്പാടൊന്നുമല്ല. അവിടെ വൃത്തിയോടെ പറയാണ്. ഒരു കാര്യം ആദ്യം പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവർക്ക് തൃപ്തി വരും. നമ്മളെല്ലാം നീതിക്ക് വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. നീതി ഈ ലോകത്തിൽ കിട്ടുന്നത് തൃപ്തി തരുന്ന വിധത്തിലല്ല. മനസ്സിലായില്ല? പറയാം. നിങ്ങളൊരു നീതിക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തെ ശരി കോടതിയിൽ പോയി നോക്കുക. നടന്ന് നമ്മളൊരു പരുവാകും. കയ്യിലെ പണം ഇറങ്ങി നിങ്ങൾ ദരിദ്രനാകും. വിധി എത്തുമ്പോഴേക്കും ഒരു കാലമങ്ങ് കഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ വ്യവഹാര ഇടങ്ങൾ, പോലീസ് സ്റ്റേഷനാണെങ്കിലും കോടതിയാണെങ്കിലും ഇത്തരം സ്ഥലങ്ങളെ കാണുക. പൈശാചിക ശക്തികളുടെ സാന്നിധ്യമുള്ള ഇടം നേരിട്ട് ഇവിടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഒന്ന് ഹോസ്പിറ്റലുകളാണ്. വിശ്വാസമില്ലല്ലേ? വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. നിങ്ങളവിടെ നോക്കുക, ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ്, രോഗസൗഖ്യം പ്രാപിച്ചു പോകുന്നവൻ്റെ മുഖത്തും ചൈതന്യമില്ല. അവരെ പരിപാലിച്ച് നിൽക്കുന്ന ആളിൻ്റെ മുഖത്തും ഒരു സന്തോഷമില്ല. അവിടേക്ക് വരുന്ന വാർത്തകളൊക്കെ വേദനിപ്പിക്കുന്ന, ചിലയിടത്ത് മരണം, അപ്പുറത്ത് ഭീകരമായ സങ്കീർണമായ ഓപ്പറേഷൻ. ആകത്തുകയിലെടുത്താൽ ഡോക്ടറും രോഗിയും സഹായിയും ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ദുഃഖിതര. ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും, അതിന് ഹേതുവായ രോഗവും ലോകത്തിൽ കടന്ന ആ ചിന്ത കൃത്യം തരും ഈ ഇടം. കോടതി വളപ്പിലേക്ക് ചെല്ലുക. സന്തോഷചിത്തരായി കഴിഞ്ഞുപോയ മനുഷ്യർ തമ്മിലടിച്ച് നീതിക്ക് വേണ്ടി പോരാടി സ്നേഹിതരായ 2 വക്കീലന്മാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പലയാവർത്തി ഡേറ്റ് മാറ്റിവെച്ച് നിങ്ങളൊടുവിൽ മടുത്തു, എതിരാളിയും മടുത്തു. ഒടുക്കം താമസിച്ച് കിട്ടുന്ന ആ നീതി കിട്ടി മടങ്ങുമ്പോഴേക്കും നിങ്ങൾ നന്നായി പരിക്ഷീണനായിരിക്കും. അതുകൊണ്ട് ഇത് എന്തിനിറങ്ങിയെന്ന് തോന്നും. ഇതിൻ്റെ ഒന്നും പുറകിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. എക്സാമ്പിൾ ചിലർ പറയില്ലേ, 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തു. ഒന്നും പേടിക്കേണ്ട, അതൊക്കെ ആയി വരുമ്പോഴേക്ക് ലോകം അവസാനിക്കും.
കാരണം വിധി വരാൻ സമയമെടുക്കും. പിന്നെ അതിൻ്റെ അടുത്ത് അപ്പീൽ, ചിലപ്പോഴൊക്കെ പറയലേ കോടതി പോകാം. പക്ഷേ ഇതൊക്കെ ഒന്ന് സ്ഥാപിച്ച് കിട്ടാൻ കാലം എത്ര കഴിയും? അതുകൊണ്ട് ആ സഭാ കേസിനൊക്കെ 100 കൊല്ലത്തെ പഴക്കം, 150 കൊല്ലമായിട്ടും തീരാത്ത കേസുകൾ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം മെക്കോളെ പ്രഭു ആവിഷ്കരിച്ച കാലം മുതൽ ഉള്ള കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കിടന്ന കേസുകൾ പോലും കിടക്കുകയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശപ്പെടുന്നവരെ നോക്കി കർത്താവ് പറയാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന്. അതങ്ങനെ സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വഴി പറയുക, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അവിടെ സംതൃപ്തി കിട്ടും എന്നായി പറഞ്ഞു വെച്ച വാക്യത്തിൻ്റെ അർത്ഥം. ഇനി ഞാൻ ആ രാജ്യത്തിലേക്ക് നീതി അന്വേഷിച്ച് പോയ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്പമൊന്ന് വിശദീകരിക്കാൻ വകയാണ്. ഇന്ത്യയിൽ 10 സ്റ്റേറ്റുകളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ഇതെല്ലാം BJP കൊണ്ടുവന്ന ആളുകളെയൊക്കെ നിങ്ങൾ പഠിക്കുക. അത് അങ്ങനെ നമ്മൾ ചാപ്പ കുത്തണ്ട. ഇവിടെ ഒരുതപ്പെട്ടവരൊക്കെ കണക്കാണ്. എങ്ങനെയാണ് സാധാരണ ജനത്തെ കൈകാര്യം ചെയ്യുന്നുള്ള ഒത്തിരി തെളിവുകൾ അവിടെയുണ്ട്. അപ്പോൾ സംഭവിച്ചതെന്താ? ഛത്തീസ്ഗഡിൽ, ഉത്തരാഖണ്ഡിൽ, അതുപോലെ ഹിമാചൽ പ്രദേശിൽ ഒക്കെ ആരാണ് ഈ നിയമം കൊണ്ടുവന്ന് നോക്കുക. തൊട്ടടുത്ത കർണാടകത്തിൽ വരെ 2022 മതപരിവർത്തന നിരോധന നിയമം. എന്നിട്ട് ഒരു കാര്യം കൂടി കൊണ്ടുവന്നു. സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച ഒരാളെ നിങ്ങൾ സ്നാനപ്പെടുത്തിയാൽ ഈ സ്റ്റേറ്റുകളിൽ കിട്ടുന്നത് 10 വർഷത്തെ കഠിന തടവ്, 10 വർഷത്തെ ഇംപ്രിസോൺമെൻറ്റ്. എന്താ ചെയ്ത തെറ്റ്? ഇവരെ ക്രിസ്തുവിലേക്ക് സ്വീകരിച്ചു. തിരിച്ചൊരാൾ അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമൊന്നുമില്ല, 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളത് മറ്റൊരു സത്യം. ഇതെന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? സുവിശേഷം പറയുന്നവരെ, ദൈവജനം പ്രസംഗിക്കുന്നവരെ, മിഷണറിമാരെ ജനം കണ്ടും പഠിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ച ഒരു ഉള്ളടക്കമുണ്ട്. നമ്മൾ മതപരിവർത്തന ലോബി, നമ്മൾ പാൽപ്പൊടി കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു, വിശ്വാസം മാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾ യേശുവിൻ്റെ അനുഗാമികളായ സുവിശേഷകർക്കെതിരെയുണ്ട്. അത് കൂടുതൽ നേരിടുന്നത് പെന്തക്കോസ്ത് സഭകളും കത്തോലിക്ക സഭകളുമാണ്. കാരണം മർത്തോമാ സഭകൾക്കും കുറേയൊക്കെ ഉണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ സാന്നിധ്യം, മിഷനറി സാന്നിധ്യം ഈ സഭകൾക്ക് കൃത്യമുണ്ട്. അവരവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് മതം മാറ്റം എന്നൊരു ചിന്തയിലല്ല. അതാദ്യം മനസ്സിലാക്കണം. ഈ സ്റ്റേറ്റുകളുടെയൊക്കെ ഒരു പൊതുസ്ഥിതി പണ്ടത്തെ കേരളത്തിൻ്റെ സ്ഥിതിയാണ്. ആ സ്ഥിതിയെക്കുറിച്ച് കൂടി പറയാം. വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയം. അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് വാജ്പേയി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിനെ വിളിച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാട്. വലിയൊരു സന്തോഷമുണ്ട്. കാരണം പണ്ടൊരിക്കൽ ഇത് ഭ്രാന്തന്മാരുടെ നാടാണെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ദൈവത്തിൻ്റെ നാടാണെന്ന് ആ നാവിലൂടെ തന്നെ കേൾപ്പിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രേരണ വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ. ഈ നാടിനെ മാറ്റിയ, ദേശത്തെ മാറ്റിയ, സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിയ, ഉജ്ജ്വലമായ ഇടപെടൽ നടത്തിയത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷം ഉയർത്തിവിട്ട ചൈതന്യം പോലെ വലിയ പരിവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ മറ്റൊരാശിക സംഹിതയ്ക്കും ഇന്ത്യ നാഴിക വരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നത് മറക്കണ്ട. ഞാനിതിനെ കാര്യമായിട്ട് ഒന്ന് വിശദീകരിച്ച് വരാം. ആദ്യം തന്നെ പറയട്ടെ, ഈ മതം മാറി മതം വിട്ടു എന്നൊക്കെയുള്ള വാദം തന്നെ അങ്ങേയറ്റം തെറ്റാണ്. എന്താണ് അതിൻ്റെ കാരണം? അതൊരല്പം നിങ്ങൾ കേൾക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം, ഞാനിങ്ങനെയുള്ള ഒരല്പം ചരിത്രമൊക്കെ പറയുന്ന ഒരു സുവിശേഷകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കൊല്ലം എന്നെ വിളിച്ചത്. ചിലർ പറയാറുണ്ട്, ചിലരല്ല, ഒരു SI തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇന്ത്യയുടെ ചരിത്രവും കേരള ചരിത്രവും ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നത്? പക്ക യേശു രക്ഷിക്കും, സഹായിക്കും, സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞാൽ പോരെ? ഒരു യോഗം കഴിഞ്ഞാണ് നമ്മുടെ ആ സ്ഥലപ്പേര് നമ്മുടെ പൊട്ടുകുളോ അങ്ങനെ സ്ഥലത്ത് ചില നാൾക്ക് MP സോമഭാസ്കർക്ക് അറിയാം, പ്രസംഗിച്ച് കഴിയുക അവിടെ വന്നു 2 വണ്ടി പോലീസ്. ഞാനെല്ലാം കേട്ടു, വലിയ സന്തോഷം. നല്ലൊരു മനുഷ്യൻ, ശാന്തനായിട്ട് ഇത് പറഞ്ഞു തരിക, ഹൗ ടു പ്രീച്ച് ഗോസ്പൽ. നമ്മുടെ ന്യൂൻഡിയിലൊന്നും അത് പഠിപ്പിക്കില്ല അത്രയും കൃത്യമായിട്ട്, ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കില്ല. ഞാനടുത്ത് ഈ മനുഷ്യൻ ഉപദേശി ആയില്ലല്ലോ എന്ന് ഓർത്തു. കാരണം അത്ര സൗമ്യതയോടെ പറയുക, പാസന്മാർ ഇതൊന്നും അല്ല പറയണ്ടേ, മറിച്ച് യേശു വേഗത്തിൽ വരും, നമ്മുടെ ട്യൂമർ മാറ്റും, സൗഖ്യമാക്കി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറ് പോകാൻ വരട്ടെ,
സുവിശേഷം ഒരു 10-30 കൊല്ലമായിട്ട് പ്രസംഗിക്കുന്ന എന്നെ പഠിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ അല്പം ഭരണഘടന പഠിപ്പിക്കും, അത് കേട്ടിട്ടേ പോകാവുള്ളൂ. കാരണം ഇദ്ദേഹം ഈ പഠിപ്പിച്ചതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ഇന്ത്യൻ പൗരനും കൂടാണ്. അതാ കാര്യം. അദ്ദേഹത്തിന് ആ പറഞ്ഞൊന്നും എന്നോട് പറയാൻ അധികാരമില്ല, ഒരധികാരമില്ല. എന്താ കാര്യം? ഞാൻ രാഷ്ട്രവിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ള വസ്തുതകളാണ് പറഞ്ഞത്. അതെന്ത് എന്നൊന്ന് പറയാം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടരെ, നമ്മുടെ നാട്ടിൽ 1854 ലാഹോറിൽ നിന്നും മുൾട്ടാൻ വരെ ഒരു തീവണ്ടിപ്പാത ഒരുക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. ഇന്നത്തെ പാകിസ്ഥാനില്ല സ്ഥലം. ഏതാണ്ട് 150-ലധികം കിലോമീറ്റർ ദൂരം തീവണ്ടിപ്പാത സജ്ജീകരിക്കാൻ താല്പര്യമെടുത്തു പണി നടക്കുക. ആ പണി നടത്താൻ വന്ന ആളുകൾ കിളച്ചു മറിച്ച് ഇവിടെ പണിക്ക് തുടക്കം കുറിക്കുമ്പോൾ കണ്ടത് നീളമുള്ള ചുടുകട്ടകൾ. ആവേശഭരിതരായി അവർ ആ ചുടുകട്ടകൾ മാന്തി പണി ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാണ്ട് 150ഓളം കിലോമീറ്റർ ദൂരം വരെ തീവണ്ടിപ്പാതയുടെ അടിത്തറ പാകത്തിനുള്ള കട്ട കിട്ടി എന്ന് പറയുമ്പോൾ എന്തൊരു പണിയായിരുന്നത്. പിന്നെ അവിടെ ഗവേഷണമൊന്നും നടന്നില്ല. 1941 സർ ജോൺ മാർഷൽ എന്നറിയപ്പെടുന്ന ഒരു പുരാവസ്തു ഗവേഷകൻ ഇത് അറിഞ്ഞ് ഇന്ത്യയിലെത്തി. ജോൺ മാർഷൽ ഈ സ്ഥലം മുഴുവൻ കുഴിച്ചു പഠിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന നേരം വരെ ആ പഠനം തീർന്നിട്ടില്ല. കാരണം തീരത്തില്ല. അത്ര ബൃഹത്തായ ഏരിയകളിൽ വലിയ രമ്യകർമ്മങ്ങൾ, കൊട്ടാരങ്ങൾ, മനോഹരമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഏറ്റവും സുശക്തമായ കോട്ടകൊത്തളങ്ങൾ, മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ, മണ്ണടലുകൾക്കുള്ളിൽ പൂണ്ടുകിടക്കുന്ന ഈ കാഴ്ചകളൊക്കെ പരിശോധിച്ച് ചെന്ന് മനുഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരിടം കണ്ടു. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ടൊരു സ്ഥലം അവരുടെ ശവകുടീരമാണ്. കാരണം ആ ശവകുടീരത്തിൽ ശവമടക്കുമ്പോൾ എന്തെല്ലാം ചെയ്യും എന്നതിനെ ആസ്പദമാക്കിയാണ് അയാളുടെ മതം, സംസ്കാരം, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ടോ ഇതൊക്കെ അറിയുന്നത്. നമ്മുടെ കാര്യം ഒഴിച്ചാണ് പറഞ്ഞത്. പെന്തിക്കോസ്ത് ശവക്കൊട്ടയിലൊക്കെ പോകാതിരിക്കുകയാണ് ഭംഗി. പിന്നെ പോകാതിരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റും. കാരണം എലിമുള്ളു വളർന്ന് പടൽ പിടിച്ച് അതിനകത്തുനിന്ന് വേണം നമ്മുടെ വിശുദ്ധന്മാർ അന്ത്യകാഹളം കേൾക്കുമ്പോൾ തട്ടിത്തെറിപ്പിച്ച്, അല്ലേ, എന്തൊരു പ്രയാസം നിർത്തി. ഇപ്പോൾ ഒത്തിരി മാറ്റം സെല്ലൊക്കെ വന്നപ്പോൾ ആയി പോട്ടെ. അങ്ങനെ വന്നപ്പോൾ നന്നങ്ങാടികൾ എന്ന് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. മൺകലത്തിനുള്ളിൽ ശവമടക്ക്, അതിനകത്ത് പൂജാതി കർമ്മങ്ങളുടെ പലതരം വസ്തുക്കൾ. ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടു പോയപ്പോൾ ഒരു മേഖല മുഴുവൻ ഇത്തരം ശവകുടീരം. ആ ശവകുടീരത്തെ കണ്ട പഠിതാക്കൾ ആ ശവകുടീരത്തിനൊരു പേരിട്ടു ശവക്കോട്ടക്കുന്ന്. ആ ശവക്കോട്ടക്കുന്നിനാണ് നിങ്ങൾ പറയുന്ന മോഹൻജദാരോ. ബാക്കി കുട്ടികൾക്കറിയല്ലേ മോഹൻജദാരോ എന്ന് വെച്ചാൽ ശവക്കോട്ടകളുടെ കുന്ന്. പഠനം നടത്തിയിട്ട് മാർഷൽ ലോകത്തോട് പറഞ്ഞു, മെസപ്പൊട്ടേമിയെ പോലെ, ഈജിപ്തിനെ പോലെ, ബാബിലോണിനെ പോലെ പൗരാണിക സംസ്കാരം ഇന്ത്യയിലും നിലനിന്നിരുന്നു. ഇന്ത്യയിലും പൗരാണികമായ ഒരു ബൃഹത് സംസ്കാരം നിലനിന്നിരുന്നു. അക്ഷരങ്ങൾ പലതും വായിച്ചെടുക്കുന്ന ആ സംവിധാനം വെച്ച് പഠിച്ചു. അതൊക്കെ വച്ച് പഠിച്ചപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ സംസ്കാരം സംബന്ധിച്ചുള്ള ചില തെളിവുകൾ പുറത്തു വന്നു. ഇന്ത്യയിൽ ഇന്ന് ഞാനും നിങ്ങളും കേൾക്കുന്ന ഏറ്റവും അനിവാര്യമായ 2 തെളിവുകൾ, 2 കാര്യങ്ങൾ അതിലില്ല. എന്തൊക്കെ ഇല്ലാത്തതെന്നറിയണ്ടേ? ഒന്ന്, ദേവനാഗരി ലിപി എന്ന് നമ്മൾ പറയല്ലോ. എന്താ ദേവനാഗരി? നാഗരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹിന്ദിയുടെയൊക്കെ ലിപിയില്ലേ, സംസ്കൃതത്തിൻ്റെയൊക്കെ ലിപി, ആ അക്ഷരമില്ലേ, അതാണ് നാഗരി ലിപി. ദേവ എന്നൊന്നും പറയേണ്ട, നാഗരി ലിപി. ആ നാഗരി ലിപിയുടെ ഒരൊറ്റ എഴുത്തും കാണുന്നില്ല. പിന്നെ ഏതാ വരുന്നറിയണ്ടേ? നമ്മുടെ തമിഴ്, കന്നഡ, മലയാളം അങ്ങനെയുള്ള ദ്രാവിഡ ഭാഷകളുടെ പൂർവഭാഷയോട് ഏതാണ്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലെ രൂപങ്ങളാണ് അവിടെ കിട്ടിയത്. മനസ്സിലാവുന്ന ഒന്ന്? ഇനി അടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം വരും. നായ്ക്കളുടെ, ആനകളുടെ, മനുഷ്യനുമായി ബന്ധപ്പെട്ട നിരവധി ജീവികളുടെ, ഇണക്കി വളർത്തിയ നിരവധി ജീവികളുടെ അവശിഷ്ടങ്ങൾ, ഫോസിലുകൾ സിന്ധു നദീതടങ്ങളിൽ നിന്ന് ലഭിച്ചു.
നമുക്ക് വേണ്ടൊരു മൃഗത്തിൻ്റെ കിട്ടിയില്ല, അത് കുതിരയായിരുന്നു. ഇന്ത്യയിൽ കുതിരയുണ്ടായിരുന്നു എന്നതിനും ഉപയോഗിച്ച ഭാഷ സംസ്കൃതമാണെന്നും തെളിവ് തരുന്ന ഒരവശിഷ്ടങ്ങളുമില്ല. മനസ്സിലായോ? എന്താ മനസ്സിലായി? ആ പൗരാണികമായ ഇന്ത്യൻ ഫിലോസഫി പഠിച്ച മുഴുവൻ കുതിരയുടെ ഓട്ടമല്ലേ. അങ്ങോട്ട് ഓടുന്നു, യുദ്ധം നടക്കുന്നു, അടി നടക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഈ കുതിരയൊന്നും ഇന്ത്യൻ കുതിരയല്ല, എല്ലാം വന്ന വിദേശത്തുനിന്നാണ്. എവിടെ നിന്നൊന്നും പറയണ്ടേ? ഇന്നത്തെ ഇറാനിൽ നിന്ന് കാസ്പിയൻ കടൽ കടന്ന് കടൽ തീരം വഴി ഹിന്ദുക്കുഷ് പർവ്വത നിരകളെ താണ്ടി കാലിത്തീറ്റുന്ന മനുഷ്യർ കുതിരയും അനവധി സമ്പത്തും സൗകര്യങ്ങളുമൊക്കെയായി അഭയം തേടി ഇവിടെ എത്തുമ്പോൾ ഇവിടെ മനോഹരമായൊരു സംസ്കാരമുണ്ടായിരുന്നു. അതിൻ്റെ പേര് ദ്രവീഡിയൻ കൾച്ചർ എന്നാണ്. ആ ദ്രവീഡിയൻ കൾച്ചറും വന്നവരുടെ പ്രോട്ടോ ആര്യൻ കൾച്ചറും ഇഴുകിച്ചേർന്ന് കാലാന്തരത്തിൽ 1000 ആണ്ടുകൊണ്ട് പലതരം പരിവർത്തനങ്ങൾക്ക് വിധേയമായപ്പോൾ മഹത്തരമായ ആ ദ്രവീഡിയൻ കൾച്ചർ ഇന്ത്യയുടെ കൾച്ചറാണെന്ന് പറയാൻ മടിയുള്ളൊരു സമൂഹം വന്നിട്ട് ഈ ആര്യൻ സംസ്കൃതിയെ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് ഇന്ത്യയുടെ തനത് എന്ന് പറയുകയും ഇന്ത്യക്കാരായ ആളുകൾ ഏതെങ്കിലും വിശ്വാസം സ്വീകരിച്ചാൽ അതിന് മതപരിവർത്തനം എന്ന് പേരും പറഞ്ഞുകൊണ്ട് വന്നാൽ എന്നെപ്പോലുള്ളവർ അംഗീകരിക്കില്ല. പേടി കിട്ടിയോ? പാസ്റ്റർമാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏതാണ്ടൊരു ബുദ്ധിമുട്ട്. ഒന്നും വേണ്ട, നമ്മുടെ ഈ പ്രയാസമാണ് പറ്റിപ്പോയത്. നേരെ നിൽക്കണമെന്ന്, ക്രിസ്തു നിമിത്തം നേരെ നിൽക്കണമെന്ന്, ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് തിരിച്ചു പോയില്ലേ. ആ വാങ്ങിയവരുടെയൊക്കെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഈ ക്രിസ്തുവിനെയും ഇത് നിമിത്തം ലഭിക്കുന്ന അപമാനവും എത്ര ഭീകരമാണെങ്കിലും നെഞ്ചും നെറ്റിയും വിരിച്ച് ഞാൻ യേശുവിനായി നിലകൊള്ളുമെന്ന ആ പ്രഥമ സമർപ്പണം ഈ രാത്രി ദൈവജനത്തിനുണ്ടാകട്ടെ. സത്യം ചെയ്തിട്ട് ഛേദം വരും. നഷ്ടം വന്നാലും മാറാത്തവരായി യേശുവിന് വേണ്ടി ശിരസ് കൊടുക്കാൻ, പ്രാണനയും വേണ്ടി വന്നാൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ജനതയുടെ ആവിർഭാവം ഉണ്ടാകണം. ഈ സത്യത്തിന് വേണ്ടി പ്രാണൻ പോയാലും നിലകൊള്ളാൻ കഴിയുന്നവർ എഴുന്നേൽക്കണം. കാലം കരുതി വച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാൻ വരും കാലഘട്ടത്തിന്റെ ഇന്ത്യയുടെ ചിത്രം മാറ്റിവരയ്ക്കാൻ കേൾപ്പുള്ള ആത്മനിയോഗമുള്ള ദൈവവൈദങ്ങൾ ഈ രാത്രിയുടെ കേട്ടിരിപ്പുണ്ട്. അവർ വചനത്തോട് പ്രതികരിക്കട്ടെ. ദൈവം അവരിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന മഹത്തരവും ശ്രേഷ്ഠകരവുമായ ചില പ്രവൃത്തികളുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. അതൊക്കെ കാര്യം. അപ്പോഴേ ഒരല്പം കൂടെ രാഷ്ട്രീയം പറയും. ഇതൊക്കെ അല്ലാതെ നാളെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ ഒരാളെ ഞാൻ കൃത്യം പറഞ്ഞ് പരിചയപ്പെടുത്താൻ അതിന് മടിയില്ല. യോഗ്യനായ ഒരാളുണ്ട് വോട്ട് ചെയ്യാൻ, അത് നോട്ടയാണ്. മനസ്സിലായില്ലേ? അടുത്ത കാലത്ത് എന്നോടൊരു പെൺകുട്ടി ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഇതൊക്കെയാളും താരതമ്യേന ഇഷ്ടപ്പെട്ട പാർട്ടി ഏതാ, പറയാൻ ബുദ്ധിമുട്ട് കാണും, എങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്കിഷ്ടപ്പെട്ട പാർട്ടി ടീ പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ് നല്ലത്? ടീ പാർട്ടി. ആ പെങ്കൊച്ചത് കട്ട് ചെയ്തേച്ചായിട്ടെ ഞങ്ങൾക്ക് ഒത്തിരി ചിരി വന്നു പോയി, വല്ലാതെ അതെടുത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊന്ന് പറയാം, ശ്രദ്ധിച്ച്. അപ്പോഴേ പലതരം വിദേശികൾ ഇന്ത്യയിൽ വന്നു. അതിലൊരു കൂട്ടരായി പ്രോട്ടോ ആര്യന്മാർ, അടുത്ത കൂട്ടരാ പോർച്ചുഗീസ് വാസ്കോ ദ ഗാമ 1498 വാസ്കോ ദ ഗാമ. അടുത്ത കൂട്ടരാണ് ഡച്ചുകാർ, കുളച്ചൽ യുദ്ധം വരെ അവരുണ്ടായിരുന്നു. അടുത്ത കൂട്ടരാണ് ബ്രിട്ടീഷുകാർ. അപ്പം 3-4 തരം വിദേശികൾ ഇന്ത്യയിൽ വന്നു. അതിലൊരു കൂട്ടം വിദേശികളാണ് മുമ്പ് ഞാൻ പറഞ്ഞു പ്രോട്ടോ ആര്യന്മാർ ഇന്ത്യയിൽ വന്നു. ഒറ്റയടിക്ക് വന്നല്ല, 1000 ആണ്ടുകൾ കൊണ്ട് അവിടെ വന്നേ, അത്രയും കാലമെടുത്തു. അടുത്ത കൂട്ടർ ഘട്ടം ഘട്ടമായിട്ട് ഇവർ വരുന്നത്. ഇനി അടുത്ത കൂട്ടർ വന്നതാണ് നമ്മളറിയുന്ന വാസ്കോ ദ ഗാമ. ഗാമ വന്നതും അനുബന്ധ ചരിത്രകളാണ് ഡച്ചുകാർ. അടുത്ത കക്ഷി ഡച്ചുകാരുടെ സ്ഥലമായിരുന്നല്ലോ പണ്ടത്തെ മാഹിയൊക്കെ. നമ്മൾ മയ്യഴിപ്പുഴ ഒക്കെ പറയുമല്ലോ, മുകുന്ദൻ്റെ നോവലുണ്ടല്ലോ, ആ സ്ഥലം കേരളത്തിൽ തന്നെയാണ്. നമുക്കതിൽ നിയന്ത്രണം ഇല്ല. അവരാണ് ലാസ്റ്റ് കേരളത്തിൽ നിന്ന് രാശി പോയ കക്ഷികളാണ് ഈ ഡച്ചുകാർ. 61 അവർ പോകുന്നത്. 61 കേരളം വിട്ടവർ പോകുന്നത്. അപ്പോൾ അതുവരെ അത് മാഹിയുടെ ഭാഗമായിരുന്നു. ലാസ്റ്റ് വന്നവരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ 600 നാട്ടുരാജ്യങ്ങളായിരുന്നു. ചെറുകിട 600 നാട്ടുരാജ്യങ്ങൾ.
ഈ നാട്ടുരാജ്യങ്ങൾ ഈ വന്ന ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഇന്ത്യ അവരുടെ കയ്യിലങ്ങ് പോയി. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, എങ്കിൽ ചുരുക്കത്തിലൊന്ന് പറയാം. ഈ 600 നാട്ടുരാജ്യങ്ങളിൽ ക്രിസ്ത്യാനി എന്ന് പേര് കൊണ്ടെങ്കിലും പേരുള്ള ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ പേര് വില്ലാർവട്ടം തോമ എന്നായിരുന്നു. കണ്ടോ, നമ്മുടെ സഭയിലെ സെക്രട്ടറിമാർക്കൊക്കെ വീട്ടുപേര് കൂടി ഇടാൻ പറ്റിയൊരു പേര് പോലൊരു പേര്, വില്ലാർവട്ടം തോമ. രാജാവിൻ്റെ പേരാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് വന്ന വഴിക്ക് എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ഈ സ്ഥലം എവിടാ? കാരണം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ സ്ഥലമാണോ പറയുന്നത്? കാരണം ഈ പന്തളം കടന്നങ്ങോട്ട് പോവാണ്, സ്പീഡിൽ പോകും വേണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കൊട്ടാരമുണ്ട്. ഞാൻ ആ കൊട്ടാരത്തിനിരിക്കുന്ന പേര് ശശിയുടെ വീടെന്നാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം റദ്ദ് ചെയ്തതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിളിപ്പേരുകൾ. രാജാവെന്നൊന്നും വിളിക്കാൻ പാടില്ലെന്നാണ് ഭരണഘടന എഴുതി വച്ചിരിക്കുകയാണ്, വിളിക്കരുതെന്ന്. അതൊന്നും ഉപയോഗിച്ച് നടക്കരുതും. എന്നിട്ടും പത്രക്കാരൻ എഴുതുക എങ്ങനെ? രാജാവ് മരിച്ചു എന്നല്ല, രാജാവ് നാട് നീങ്ങി. അങ്ങനെ നാടൊന്നും നീങ്ങണ്ട, പറ്റുമെങ്കിൽ അങ്ങ് മരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ അധികം ആഘോഷമൊന്നും അതിനകത്ത് വേണ്ട. അത് മാറ്റിത്തന്നത് ആരാന്നൊക്കെ ഞാൻ കൃത്യം ഇങ്ങോട്ടൊന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കണം. സഹോദരിമാർക്കല്ല എന്നോടൊരു വെറുപ്പ്. കാരണം ഒരു വലിയ വിടുതൽ പ്രതീക്ഷിച്ച് വന്ന വിടുതലൊക്കെ നടക്കും, ശ്രദ്ധിച്ചിരുന്നേ. അപ്പോഴേ ഈ 600 നാട്ടുരാജാക്കന്മാരിൽ ഒറ്റ ഒരുത്തനേ ഉള്ളൂ ക്രൈസ്തവൻ, പേരുകൊണ്ടെങ്കിലും. അയാൾ കേരളത്തിലായിരുന്നു. കേരളത്തിലൊരു പഞ്ചായത്തിൻ്റെ വലിപ്പമില്ലാത്ത ഒരു ചെറിയ നാട്, 5 വർണ്ണം മണിഗ്രാമം എന്നൊക്കെ എൻ്റെ പേരേ. അവിടം ഭരിച്ചിരുന്ന ഒരു നാട്ടുരാജാവ്, വലിയ അധികാരമൊന്നും ഇവർക്കില്ല. ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, അവരെക്കാൾ സൗകര്യത്തിലാണ് നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാർ ജീവിച്ചത്. യൂണിറ്റി പാസ്റ്റർ തെറ്റൊന്നും വിചാരിക്കരുത്, സെൻട്രൽ പാസ്റ്റർ അല്ലേ? കണ്ടോ, നമ്മുടെ കുഞ്ഞുട്ടി പാസ്റ്റർ ജീവിച്ച അത്രയും പോലും സൗകര്യം ഇല്ലാതെയാണ് ഈ രാജാക്കന്മാരിപ്പോലും. നമ്മൾ വല്ലതും കൊടുത്തെങ്കിലേ ഉള്ളൂ. വാഴക്കൊലയും ചേനയൊക്കെ ആയിട്ട് തിരുമുൽ കാഴ്ച വെച്ചിട്ട് പോരുകയാണ്. ഇതാണ് അവരുടെ അവസ്ഥ. ഇങ്ങനെ നിന്നൊരു രാജ്യം പിന്നെ ഒന്നിന് വല്ലാതെ എന്താ പറയുക, ഈ മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ഗൂഢപ്രയോഗം, പിന്നെ കായിക അഭ്യാസം, ഇതിലൊക്കെ മികവ് പുലർത്തിയിരുന്നു. ഇവരെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന് കരുതി കച്ചവടക്കാരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇവരെ വിഴുങ്ങി. ഇവരുടെ കൂടെ കൂട്ടരുത് ബൈബിൾ പ്രചരിപ്പിക്കാൻ വന്ന മിഷണറിമാരെ രണ്ടാ. ഞങ്ങൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും ബ്രിട്ടീഷ് ഭരണകൂടത്തോടും ഒന്നും താല്പര്യമുണ്ടായിട്ടല്ലെന്നേ. ആ കൂടെ വന്ന മിഷണറിമാർ വേറെയാ. മിഷണറിമാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എതിരായിരുന്നു. വില്യം ഗേരിയെപ്പോലെയുള്ള മഹാരഥന്മാർക്ക് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ വിസ കൊടുക്കാതെ 3 മാസം കപ്പൽ വഴി അലഞ്ഞു വില്യം ഗേരി. ആദ്യ വരവിൽ ഇന്ത്യയിൽ പാദമൂന്നാൻ കഴിഞ്ഞില്ല, തിരികെ പോകേണ്ടി വന്നു. 2ാം ഘട്ടം ഭാര്യയെയും 4 മക്കളെയും ഒരു പിഞ്ചോമനയടക്കം വിലങ്ങക്കുഞ്ഞിനെയും ഭാര്യയുടെ അനുജത്തി തളവാദം പിടിച്ച രോഗിയായ ഒരു സ്ത്രീയെയും ഒക്കെ കയറ്റി ഈ രാജ്യത്തിലേക്ക് വന്നതേ പാൽപ്പൊടി കൊടുത്ത ആളുകളെ മാറ്റാനല്ല. അതിനുള്ള സൗകര്യമൊന്നും അവർക്കില്ല. അത്യധികം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഈ രാജ്യത്ത് വന്ന വില്യം ഗേരിയാണ് ബംഗാളി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയത്, ആ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയത്. വ്യാകരണവും നിഘണ്ടുവും തയ്യാറാക്കിയ ശേഷം ഈ പുസ്തകം അടുത്തടുത്ത ഭാഷകളിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ഭാഷകൾ പഠിച്ചു. നിങ്ങൾക്കറിയണ്ടേ, 28 ഭാഷകളിൽ പുതിയ നിയമം പരിഭാഷപ്പെടുത്തുകയും 6 ഇന്ത്യൻ ഭാഷകളിൽ പഴയ നിയമം ഉൾപ്പെടെയുള്ള മുഴുവൻ ബൈബിളും പരിഭാഷപ്പെടുത്താൻ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പാവപ്പെട്ട ഇംഗ്ലണ്ടിലെ ചെരുപ്പ് കുത്തി ഉപയോഗിച്ച ദൈവമാണ് ഇന്ത്യയുടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതെങ്കിൽ, സാംസ്കാരികമായ മൂല്യങ്ങൾക്ക് മാറ്റം കുറിച്ചതെങ്കിൽ തീർന്നില്ല. ഈ മനുഷ്യന്റെ ബൈബിൾ സ്കൂളിൽ നിന്നാണ് BAയും MAയും എന്നൊക്കെ പറഞ്ഞ ഡിഗ്രി ഇന്ത്യക്കാരൻ ആദ്യം കണ്ടു തുടങ്ങിയത്. അതിനുമ്പ് ഈ സാധനം ഒന്നും അവിടെ ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഡൽഹി ചെല്ല്, സെന്റ് സ്റ്റീഫൻസ് കോളേജ് കാണാം. ഈ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ സെന്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രത്യേകതയുണ്ടേ, അവിടെയാണ് രാഹുൽ ഗാന്ധി പഠിച്ചത്, അവിടെയാണ് ശശി തരൂർ പഠിച്ചത്, അവിടെയാണ് പ്രകാശ് കാരാട്ട് പഠിച്ചത്, അവിടെയാണ് പ്രമുഖർ പലരും പഠിച്ച് പുറത്തിറങ്ങിയത്. ഈ സ്ഥാപനത്തിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമായിരുന്നു. ഏറ്റവും പ്രമുഖരായ ഇന്ത്യയിലെ ബുദ്ധികേന്ദ്രങ്ങളെ മുഴുവൻ വാർത്തെടുക്കാൻ അന്ന് സായിപ്പ് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിനാണ് കഴിഞ്ഞതെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക, ഇന്ത്യക്ക് പൗരാണികമായ ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ നളന്തയും തക്ഷശിലയും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചിന്തകളോ മതചിന്തകളോ ആധ്യാത്മികതയോ ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് മോശമാണെന്നും എനിക്ക് അഭിപ്രായമില്ല.
ഞാൻ സംവാദങ്ങളിൽ സാധാരണഗതി ചോദിക്കുന്ന ചോദ്യം നമുക്ക് പുരാണമില്ലാഞ്ഞിട്ടല്ല, വേദമില്ലാഞ്ഞിട്ടല്ല, ഇതിഹാസമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ചോദ്യം അതിനപ്പുറത്താ. ഈ പുരാണങ്ങളിൽ, ഈ വേദങ്ങളിൽ, ഈ ഇതിഹാസങ്ങളിൽ, ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിൽ എവിടെയെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്ന ഒരു വചനമുണ്ടോ? മനുഷ്യൻ തുല്യനാണെന്ന് പറയുന്ന ഒരു വചനമുണ്ടോ? സ്ത്രീയും പുരുഷനും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? പണിയെടുത്തവനെ ആദരിച്ച, ബഹുമാനിച്ച ഒരൊറ്റ വചനമുണ്ടോ? മാത്രമല്ല, പണിയെടുത്തവനെ അനാദരിക്കുക മാത്രമല്ല, അത് ഹീനമായ പ്രവൃത്തിയായി കണ്ടുകൊണ്ട് ആക്ഷേപിച്ച നൂറ് ചരിത്രങ്ങളുണ്ട്. അന്നം വിളയിക്കുന്നവനെ, പണിയെടുക്കുന്നവനെ, ശുദ്ധിയാക്കുന്നവനെ, കർമ്മരംഗങ്ങളിൽ കരുത്തോടെ കൂടി പ്രവർത്തിക്കുന്ന തൊഴിലാളിയെ, കഷ്ടപ്പെടുന്നവനെ കണ്ട് അവജ്ഞയോടെ വീക്ഷിച്ച 100,000 ശ്ലോകങ്ങൾ കൊണ്ട് ഇന്ത്യൻ തത്വചിന്ത മലീവശമാണെങ്കിൽ 2000 ആണ്ടുകൾക്ക് മുമ്പ് എന്റെ ഗുരുനാഥൻ ഗലീലിയ എന്നറിയപ്പെടുന്ന കടൽ തീരത്ത് നിന്ന് പണിയെടുക്കുന്ന അർത്ഥപ്പട്ടിണിക്കാരെ, കഷ്ടപ്പെടുന്നവരെ, വലയും പടകും നന്നാക്കുന്നവരെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ, നിങ്ങൾ എന്റെ അരികിൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2000 ആണ്ടുകൾക്കപ്പുറത്ത് അങ്ങകലെ പലസ്തീനയായി ഉയർന്നു കേട്ട ശബ്ദം ഇതാ നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളുടെ മഞ്ഞണിഞ്ഞ മാമലകളെ തഴുകിക്കൊണ്ട് ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ചേർന്ന് ആയിരക്കണക്കിന് ആളുകൾ, അല്ലല്ല ജനകോടികൾ യേശുവിനെ അനുധാവനം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെന്ന് ഈ നാളിൽ ഈ രാജ്യം തിരിച്ചറിയട്ടെ, സമൂഹം തിരിച്ചറിയട്ടെ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഉജ്ജ്വലനായ ഈ പരമഗുരുവിനെ കർത്താവും രക്ഷിതാവുമായി വചനം കേൾക്കുന്ന നാം മുമ്പിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയാം, മറ്റൊരുവരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് കാണിച്ചു തന്ന പ്രശ്നം തീർന്നു. അതിനെന്തിനാ പിണങ്ങുന്നേ? എവിടെ എഴുതിയിരിക്കുന്ന തൊഴിലാളി അംഗീകരിക്കണം, ബഹുമാനിക്കണം, അങ്ങനെ ഉണ്ടാ കൊണ്ടേ കാണിച്ചു തന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ രാഹുൽ ഈശ്വറുമായൊരു സംവാദത്തിൽ ചോദിച്ചാൽ ചൂടാവൊന്നും വേണ്ട, അന്ന് കാണിച്ചതാ, കിതാബ് എടുത്തിട്ട് കാണിച്ചതാ. ഈ കിതാബിൽ മോശമാണെന്നൊന്നും അല്ലെന്നേ, തുല്യത പറയുന്നൊരു ഭാഗമുണ്ടാ, കൊണ്ടേ കാണിച്ചതാ, അത് ബോധ്യപ്പെടുത്തിത്താ. അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തിടത്തോളം എന്തമർഷം നിങ്ങൾക്ക് രൂപപ്പെട്ടാലും അത് നിങ്ങളുടെ തോൽവിയാണ്, അത് നിങ്ങളുടെ പരാജയമാണ്, അത് നിങ്ങളുടെ കുറവാണ്. ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റ്? മനുഷ്യനെ സ്നേഹിക്കണം. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യമെന്ന് പറയാൻ രാജ്യത്തൊരു ഋഷിക്കും ഒരു ആചാര്യനും ഒരു ഗുരുവിനും കഴിയാതെ പോയപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ ദൈവത്തിന് സാധിക്കണം. മുഴു പ്രപഞ്ചത്തിന്റെ. ദൈവം ഒരു മതത്തിന്റെ അല്ലെന്നൊന്ന് പറഞ്ഞിട്ട് ഒരു മതത്തിന്റെ അല്ല. അങ്ങനെ പറയാനുള്ള സന്നദ്ധത കാണിക്കട്ടെ. ആ സന്നദ്ധയുടെ പരിണിത ഫലമായിട്ട് ആളുകൾ തിരിച്ചു വരും. പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? സൃഷ്ടിയിൽ വിവേചനം കാണിക്കുക. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. നമുക്കൊരു വൈക്കം സത്യാഗ്രഹം അറിയാം. ഞാൻ 2 ആഴ്ച മുമ്പ് അവിടെ പ്രസംഗിച്ച് ആ വൈക്കം സത്യാഗ്രഹ സ്ഥലത്ത് ആളുകളിങ്ങനെ തിങ്ങിക്കൂട്ടി. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നിങ്ങളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ. അനുബന്ധമായി നമ്മൾ അറിയപ്പെടുന്ന കൂടൽ മാണിക്യം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ പെരുവഴിയിലൂടെ മനുഷ്യരെ യാത്ര ചെയ്യാൻ വയ്യ. എന്താ വിഷയം എന്നറിയണ്ടേ? 1940 ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്, കോടതിയുടെ ഉത്തരവാ, അന്നത്തെ ജില്ലാ കോടതിയുടെ ഉത്തരവാ. കൂടൽ മാണിക്യം എന്നറിയപ്പെടുന്ന ആ ഭൂപ്രദേശത്തെ പ്രധാന വഴിയിലൂടെ ലിസ്റ്റിട്ടിട്ട് പറഞ്ഞു, ഇന്ന ആളുകൾ നടന്നു പോകരുത്. കോടതി ഉത്തരവാ, അന്നത്തെ കോടതിയുടെ. ആരാ പോകരുതാത്ത? ഈഴവർ ആദിയായ പിന്നോക്കർ, ദലിതർ, ആദിവാസികളൊന്നും ഇതുവഴി പോകരുത്. പോയാൽ അടുത്ത കുളത്തിൽ അശുദ്ധി വരും, വഴിയിൽ അശുദ്ധി വരും, ഇന്ന പ്രശ്നം വരുമെന്ന്. മനുഷ്യരൊന്നും നോക്കിയില്ല. അവർ ഈ ബോർഡ് എടുത്തുകൊണ്ട് പള്ളയെ കളഞ്ഞിട്ട് അതുവഴി തന്നെ പോയി. ആ കൂടെ പോയിട്ടുള്ളതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, 20 വയസ്സുള്ളൊരു പെൺകുട്ടി, PC കുറുമ്പ എന്നാണ് പേര്. ഈ കുറുമ്പയ്ക്ക് 20 വയസ്സേ പ്രായമുള്ളൂ. തല്ല് കിട്ടി, അറസ്റ്റ് ചെയ്തു, കിരാതമായി പീഡിപ്പിച്ചു. പീഡനങ്ങൾക്കൊക്കെ ഒടുവിൽ വിചിത്രമായൊരു പീഡനം ഒരു പൊതുജന സമക്ഷം പറഞ്ഞുകൂടാ. കുറുമ്പയുടെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെയും പിടിച്ചു, ആങ്ങള. നോക്കണം, ഇദ്ദേഹത്തെയും പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഇടിച്ചു. ക്രൂരമായ ആക്രമണങ്ങൾക്കൊടുവിൽ ഒരു വിചിത്ര ശിക്ഷ. തൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ കൊണ്ട് കുറുമ്പയെ ബലാത്സംഗം ചെയ്യിച്ചു പോലീസ്. നികൃഷ്ടമാണ് ഇവിടെ നടന്ന കർമ്മം. എന്താ നിങ്ങൾ ഈ വരിക? ഇതൊക്കെ ഇന്ത്യയിൽ നടമാടുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയണോ? അതൊക്കെ പോട്ടെ, രാധാസുകാരൻ്റെ പരസ്യം പോലെ അതൊക്കെ മറന്നേക്കണോ? അതൊക്കെ സഹിക്കണോ? അത് സഹിച്ച് വീണ്ടും ഇത്തരത്തിലെ മത വിഭാഗ്യതയുടെ വിചിന്തനങ്ങളുടെ പിന്നിൽ അണിനിരക്കണോ? ഇതൊക്കെ കണ്ട് അറപ്പും വെറുപ്പും തോന്നിയ മനുഷ്യര് ഇത്തരം മാർഗങ്ങളോട് കലകിച്ച് പിന്തിരിയാഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയണ്ടേ? ഈ ബൈബിൾ വന്നുകൊണ്ടാ, ഈ സുവിശേഷം വന്നുകൊണ്ടാ. തിരിച്ചടിച്ചാക്രമിച്ച് വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങൾ നടത്താതെ പോയത് എന്തുകൊണ്ടാ? ഞങ്ങൾ ചിലർ യേശുവിനെ കണ്ടതുകൊണ്ടാ.
അല്ലെങ്കിൽ ഈ നാടിന്റെ സ്ഥിതിയും അവസ്ഥാവിശേഷം ഇങ്ങനെ ആയിരിക്കില്ല. ആക്രമണകാരികളായി തിരിച്ചടിച്ച് ഇത്തരത്തിൽ പോകുന്ന പ്രകോപനത്തിന്റെ പ്രസംഗമല്ല ഞങ്ങൾ ചെയ്തത്. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെ പുതുവഴി തണ്ടി. നിങ്ങൾക്ക് കേൾക്കണ്ടേ, അവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഒടുക്കം 91 വയസ്സുള്ള കുറുമ്പയ്ക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു പെൻഷൻ കൊടുത്തു. ആ പാവ സ്ത്രീ 1 വർഷമേ പെൻഷൻ വാങ്ങിയുള്ളൂ, കാരണം മരിച്ചുപോയി. വിധിയോട് പടപൊരുതി. സഖാവ് ഗൗരിയമ്മ അനുഭവിച്ചും ക്രൂരമായ പീഡയല്ലേ ഇതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വന്തം സഹോദരന്റെ ബീജം പേരേണ്ടി വന്ന ഒരു ഭാഗവാക്കിയുടെ പേര് PC കുറുമ്പ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. അതിൽ കൊടുത്തതുപോലെ സുവിശേഷകൻ വെറുതെ വന്ന് പറയുകയാണെന്ന് ധരിക്കണ്ട. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കേരളക്കരയിൽ നടന്ന സംഭവമാണെങ്കിൽ വടക്കേണ്ടിൽ എന്താ നടക്കുക, ഛത്തീസ്ഗഡിൽ എന്താ നടക്കുക? ഹീനമായ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുക. നോക്കണം, മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് പറയേണ്ടതിന് പകരം സൃഷ്ടിയിൽ പോലും വിവേചനം കാട്ടുന്ന സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന EVR പെരിയവർ എന്ന പേരായിട്ടുള്ള ഒരു വലിയ ദാർശനികനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. പെരിയവർ രാമസ്വാമി നായ്ക്കർ, യുക്തിവാദിയാണ്. അദ്ദേഹം ഇതുപോലെ സദസ്സിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചോദിച്ചു, ഈ സമൂഹത്തിൽ കുറേ ആളുകൾ വിരാട് പുരുഷന്റെ ശിരസിൽ നിന്ന് ജനിച്ചു, ബ്രാഹ്മൺസ്. കുറേ പേര് വക്ഷസിൽ നിന്ന് ജനിച്ചു, ക്ഷത്രിയർ. കുറേ പേര് അരയിൽ നിന്ന് ജനിച്ചു, അവരുടെ പേര് നമ്മുടെ വൈശ്യർ. കുറേ പേര് കാലിൽ നിന്ന് ജനിച്ചു, പേര് ശൂദ്രർ. ബാക്കി മനുഷ്യരുണ്ടല്ലോ, അതെങ്ങനെ കുറച്ച് നേരം നിന്ന് ചോദിച്ചു. അപ്പോൾ ബാക്കി നമ്മളൊക്കെ എങ്ങനെ ജനിച്ചു? ആളും മിണ്ടാതിരുന്നപ്പോൾ പുള്ളി തന്നെ ഉത്തരം പറഞ്ഞു, നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് ജനിച്ചു. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ആർക്കാ ജനിച്ചേ? മാതാപിതാക്കൾക്ക് ജനിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ജനിക്കണ്ട. അങ്ങനെ ജനിക്കാൻ ക്യൂ നിൽക്കുന്ന ശീലം നമുക്കില്ല. അതാദ്യം മനസ്സിലാക്കിക്കൂ. തിരിച്ച് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാഹുൽ ഈശ്വരോട് ചോദിച്ചു, തിരിച്ചെങ്ങോട്ടാണ് വിളിക്കുന്നത്? ബ്രാഹ്മണനാകാനാണോ, ക്ഷത്രിയനാകാനാണോ, ശൂദ്രനാകാനാണോ, വൈശ്യനാകാനാണോ? പറ. ഉത്തരവില്ല. നിങ്ങൾ ആ സംവാദം നോക്കിയാൽ മതി. എന്തേ പറയേണ്ട കാരണം? അന്ന് മുതൽ ഈ പെരിയവർക്കൊരു പേര് കിട്ടി, തന്തൈ പെരിയവർ. അതിൻ്റെ അർത്ഥം എന്താ? ഇതുള്ള ആളാണെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ആ, അപ്പോൾ എൻ്റെ ഒരുത്തൻ ഫേസ്ബുക്കിനകത്ത് അപ്പനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഒരു പ്രകോപനവും അതിനകത്തില്ല. നീ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചിലർക്ക് ഇതൊരു അപകർഷതാബോധം നമ്മളെയൊക്കെ കാണുമ്പോഴേ. പിന്നെ അതവിടെ കിടക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം പ്രവണതകൾ രൂപപ്പെട്ടു വന്നൊരു പരിസ്ഥിതിയിൽ നമ്മുടെ നാട്ടിൽ മാറ്റം വന്ന ബൈബിൾ വന്നപ്പോഴാണെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റുന്നതിൻ്റെ ചില കാരണങ്ങളിലേക്ക് വരാം. നമ്മുടെ ശിവപാസ്റ്റർ നാട്ടിൽ മല്ലപ്പള്ളി, അവിടെയാണ് രേഖാമൂലമുള്ള കേരള ചരിത്രത്തിലെ ആദ്യത്തെ മതപരിവർത്തനം നടന്ന സ്ഥലം. ആ പേരങ്ങിടാൻ തൽക്കാലം. ആദ്യം അങ്ങേർക്കത് അറിയാവുമെന്ന് അറിയത്തില്ല. വേറൊരു കാര്യം എന്താ പറഞ്ഞതെന്നറിയണ്ടേ? മല്ലപ്പള്ളി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ താഴെ ഒരു വലിയ വയലില്ലേ, ആ വയലിൻ്റെ അപ്പുറത്തൊരു TPMൻ്റെ ഹാളില്ലേ, എന്തോ ആകട്ടെ പ്രാർത്ഥിക്കുന്ന കുറേ ദൈവമക്കൾ അവിടെ തന്നെ വന്നല്ലോ. അത് വരണം. അതിനകത്തൊരു കാവ്യ നീതിയുണ്ട്. എന്താ കാര്യം? അതുവഴി ഒരു മനുഷ്യൻ പണ്ട് തോളിൽ മുഖവും വെച്ച് ഇങ്ങനെ ഉഴുതു മറിച്ചു പോവുക. ഹോക്സ്വർത്ത് എന്ന് പറഞ്ഞ ഒരു മിഷനറി അവിടെ വന്നു. പുള്ളി കുതിരവണ്ടിയും താഴെ ഇറങ്ങി. ഈ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. പണിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ഉച്ച സമയമായപ്പോൾ ഒരു കാര്യസ്ഥൻ ചൂട് കഞ്ഞി നിറഞ്ഞ ഒരു ചെറിയ കുടമൊക്കെ ആയിട്ട് വന്നു. ഹോയ് ഹോയ് എന്ന് വിളിച്ചു. ആൾ ഓടി വന്നു. ദൂരെ നീക്കണം. അയാളവിടെ ഒരു കുഴിയെടുത്തു, വട്ടയില പറിച്ച് സജ്ജീകരിച്ചു, അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കുടിച്ചു. ഈ പ്ലാവില കോട്ടി കഞ്ഞി കുടിക്കുന്ന ദയനീയമായ മുഖം കണ്ടിട്ട് ഹോക്സ് പുറത്ത് പതുക്കെ അടുത്ത് ചെല്ലി ഇയാൾ ഞെട്ടിപ്പോയി. അടുക്കാനൊന്നും പറ്റില്ല. അത് കൈകൂപ്പിക്കൊണ്ട്, യജമാനെ വരരുത് അടുത്ത്, കാരണം യജമാനൻ അടുത്ത് വന്നാൽ അശുദ്ധനാകും. അതൊന്നും സാരമില്ല. അയാൾക്ക് മലയാളം അറിയായിരുന്നു. സാഹിബിനെ ചോദിച്ചു, എന്താ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. തെയ്യത്താൻ. ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. ആ പേര് ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. പകരം എന്ത് പറഞ്ഞു? നാട്ടുകാർ വിളിക്കുന്നതും തെയ്യത്താൻ. ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞ അങ്ങനെയല്ല, ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞാണ്, പണ്ട് കാലഘട്ടത്തിലും മനുഷ്യൻ്റെ പേര് അവഹേളിച്ച് വിളിക്കാൻ ദൈവത്താനെന്നാണെങ്കിലും തെയ്യത്താനെന്ന് വിളിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതൊന്നും അല്ല ശരി. ഇവിടെയുള്ളവൻ്റെയൊക്കെ ഭാഷ
ഏതാണ്ട് ഇതുപോലായിരുന്നു. തെളിവ് വേണോ? കുണ്ടറ വിളംബരം മുഴക്കിയ ചെമ്പകരാമൻ വേലുത്തമ്പി ദളവയുടെ പരസ്യം കിടപ്പുണ്ട്. ഗൂഗിൾ തപ്പി ഇപ്പോഴും കാണും. അതിലത്തെ ഭാഷ കേൾക്കണം. ആധാര ഭാഷ പോലെയാണ്. ആധാരത്തിലൊക്കെ ഭാഷ വീഴില്ല എന്ന് പറഞ്ഞല്ലേ. തെങ്ങുവരി, തലവരി മുതലായ അധിക നികുതികൾ കുടികളിൽ കെട്ടിവെച്ചും ബ്രാഹ്മണ സ്ത്രീകളെ ഇഷ്ടം പോലെ സംബന്ധം ചെയ്തും നമ്മുടെ പടകാരങ്ങളിൽ അനധികൃതമായി പ്രവേശിച്ചും നാം ധരിച്ച തലപ്പാവും പൗരുഷത്തിൻ്റെ പ്രതീകങ്ങളും ചീന്തിയെറിഞ്ഞ് നാം ഇന്ന് അനുഭവിച്ചു പോകുന്ന സകലവിധ സുഖസൗകര്യങ്ങളും സായിപ്പ് റദ്ദാക്കും. സായിപ്പ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുകൊണ്ട് തിരുവിതാംകൂർ വിട്ട് ഇവറ്റകൾ പോകണം. ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ വേലുത്തമ്പി ദളവ ഒന്ന് പരിശ്രമിച്ചു. അത് കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞു ഇംഗ്ലീഷ് കമ്പനി എന്നേലും പറയാമെന്ന് വെച്ചു. നാവ് വഴങ്ങാതെ വന്നപ്പോൾ വേലുത്തമ്പി ദളവ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ച പേര് ഇങ്കരീച്ച് കുമ്പഞ്ചി എന്നായിരുന്നു. ഗൂഗിൾ നോക്കിക്കോന്നേ. ഇങ്കരീച്ച് കുമ്പഞ്ചി തിരുവിതാംകൂട് വിട്ടു പോകണം. ഇതാണ് വിളംബരത്തിൻ്റെ ഉള്ളടക്കം. ഒത്തിരിയുണ്ട്. സമയക്കുറവല്ലെങ്കിൽ ഞാനതിങ്ങനെ പാടി കേൾപ്പിക്കായിരുന്നു. അപ്പോൾ ഇടക്കില്ലേ. അപ്പോൾ ഇതായിരുന്നു ഇവിടെയുള്ള ആൾക്കാരുടെ ഭാഷ. ഇതിന് ചിട്ട വന്നത്, അന്തസ് വന്നത്, ആഭിജാത്യം വന്നത് ബെഞ്ചമിൻ ബെയ്ലി അവിടെ വന്ന് കലാലയം സ്ഥാപിച്ച് പ്രസ് സ്ഥാപിച്ച് കഴിഞ്ഞ ശേഷമാണ് മലയാളി അക്ഷരത്തോടടുത്ത് കഴിഞ്ഞത്. അങ്ങകല ബാസൽ മിഷൻ ഗുണ്ടർട്ട് ആരംഭിച്ചു, അവിടെ LMS ആരംഭിച്ചു തിരുവനന്തപുരത്ത്. പക്ഷേ ഭാഷാപിതാവിൻ്റെ പേര് പറയുമ്പോൾ ആളുകൾ തുഞ്ചത്തെഴുത്തച്ഛൻ. ഒരു തുഞ്ചോ അല്ല. മനസ്സിലായില്ലേ? ഭാഷ മലയാളിക്ക് കൊടുത്തതേ സുവിശേഷം പറയാൻ ഈ രാജ്യത്ത് വന്ന യേശുവിൻ്റെ അനുഗാമികളായിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലിയെ പോലെ, ഹെർമൻ ഗുണ്ടർട്ടിനെ പോലെ ഒക്കെയുള്ള അനുഗ്രഹീതരായ സുവിശേഷകരാ. ആ ചതുര വടിവുള്ള മലയാള ഭാഷ വട്ടെഴുത്തിൽ നിന്ന് ഇങ്ങനെ ഉള്ള അക്ഷരമൊക്കെ ആക്കി മാറ്റിയത് ഇവരാണ്. ഞാനത് മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് കാര്യമൊക്കെ ചോദിച്ചു നിനക്ക് എത്ര കൂലി കിട്ടും? ഞാൻ പറഞ്ഞു കൂലിയൊന്നുമില്ല. പകരം ആഴ്ചയിൽ 900 ഗ്രാം നെല്ല്, അരിയല്ല, 900, 1 കിലോ തികച്ചില്ല, 900 ഗ്രാം നെല്ലൊരു പുരുഷന്, 600 ഗ്രാം നെല്ലൊരു സ്ത്രീക്ക്, 300 ഗ്രാം നെല്ല് ആ വീട്ടിലെ കുട്ടിക്ക്. എല്ലാം കൂട്ടിയ 2 കിലോ ഇല്ല ഒരാഴ്ചത്തെ റേഷൻ. അത് അരിയല്ല, നെല്ല്. ഇത് ചൂടാക്കി വറുത്ത് കുത്തി കഞ്ഞു കുടിക്കണം. ഇതാണ് സ്ഥിതി. വിശപ്പ് കൊണ്ട് ആളിക്കത്തുന്ന വയറോടെ വഴിയിൽ കാണുന്ന ചേമ്പും മടന്തയും ഒക്കെ പറിച്ച് ആഹാരമായി ഭക്ഷിക്കണം. ക്രൂരമായിരുന്നു ഇന്ത്യയുടെ പൗരാണിക കാലം, പാവപ്പെട്ട മനുഷ്യരുടെ ഇടപെട്ട രീതി. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക? പാൽപ്പൊടി കൊടുത്തെന്നോ? എന്തേ പാൽപ്പൊടി മോശപ്പെട്ട വസ്തുവായോ? ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവനും അന്തസ്സുണ്ടെന്നും വിലയുണ്ടെന്നും പഠിപ്പിച്ചത് ഈ സുവിശേഷമല്ലേ? ഈ മാർഗത്തിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടതിനെ, ഒരു വലിയ വിപ്ലവാത്മകമായ മാറ്റത്തെ ഈ കാലം കണ്ടത് എന്തുകൊണ്ടാ? മനസ്സിലാക്കണം. ഹോക്സ്വർത്ത് അവരെ വിലക്ക് വാങ്ങി 8 പേരെ കൊണ്ടുവന്ന് മല്ലപ്പള്ളി ആറ്റിലിറക്കി സ്നാനപ്പെടുത്തി കയറ്റി വിട്ടില്ല. ആ പണിയൊന്നും നമുക്കില്ല. ഹോക്സ്വർത്ത് മല്ലപ്പള്ളി ആറ്റിക്കൊണ്ടുവന്ന ഒരു സോപ്പും കൊടുത്തു. ജീവിതത്തിലാദ്യം ഒരടിമ സോപ്പ് കാണുന്നു. ഈ സോപ്പ് ഇട്ട് കുളിക്കാനൊന്നും പുള്ളിക്കറിയില്ല. പുള്ളി ഇതിങ്ങനെ കൈപ്പിടിച്ചപ്പോൾ നല്ല മണം. വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞു. കെട്ടിയിരുന്ന പാളക്കൗവീനം അടിച്ച് ദൂരോട്ട് കളഞ്ഞു. പാളക്കൗവീനം എന്നൊക്കെ നല്ല മലയാളത്തിൽ പദമുള്ളത് നന്നായി. എന്നാലും പിള്ളേർ പാടുന്ന എങ്ങനെ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ അന്നമ്പലം. അന്ന് ഭയങ്കര സുഖമായിരുന്ന കുഞ്ഞെ, ആവശ്യമൊന്നും പാടല്ലേ. പണ്ടല്ലേ ഇന്നാ മനുഷ്യനായത്. അങ്ങനല്ലേ? അതേന്ന് ഈ പാളയൊക്കെ സായിപ്പ് വലിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് കുളിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഒരച്ചൊരച്ച് തേച്ച് സോപ്പ് മുഴുവൻ കളഞ്ഞു. പുള്ളി പറഞ്ഞു സാരമില്ല, നീ ആസ്വദിച്ച് കുളിച്ചു, മുങ്ങി കുളിച്ചോളാൻ പറഞ്ഞു. കുളിച്ച് കരറിയപ്പോൾ 1 പെട്ടി സോപ്പം കൊടുത്തു പറഞ്ഞു വീട്ടിലുള്ള മുഴുവൻ പെറുക. കരക്കേറിയ മനുഷ്യന് ഉടുക്കാനൊരു മുണ്ട് കൊടുത്തു. ഉടുക്കാൻ അറിയില്ല, ഇങ്ങനെ വലിച്ച് കെട്ടി മുറുക്കി കൊടുത്തു. പറഞ്ഞു യജമാനനേ, അടിയൻ ഇതുകൊണ്ട് ഇതുവഴി നടന്ന കല്ലെറിയും ആളുകൾ. തുണി കൊടുക്കാൻ ഉണ്ടെങ്കിൽ പോലും അനുവാദമില്ലാത്ത നാട്ടിൽ ഹോക്സ്വർത്ത് പറഞ്ഞ അങ്ങനല്ല, നീ തന്നെ ഉടുത്തെൻ്റെ കൂടെ വരും. കാരണം നിന്നെ ഞാൻ ആ വിലക്ക് മേടിച്ചേ, ഞാൻ തീരുമാനിക്കും നീ എങ്ങനെ വരണമെന്ന്. ഇങ്ങനൊന്നും ചിന്തിച്ച എല്ലാ ദൈവമക്കളും
നിങ്ങൾ നേടിയ ആത്മാക്കൾ ന്യൂ ഇന്ത്യ ചർച്ചിൽ കൂടിയ അവനെ സംരക്ഷിക്കണമെന്ന് എല്ലാവരും കൂടെ കൂടി. അതിനുള്ളതാണ് സഭ, അതിനുള്ളതാണ് സംഘം. നീ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. നിനക്ക് സംരക്ഷണ തരാനുള്ളൊരു അധികാരം, സാഹോദര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇത് പറയണം, ഈ വാഗ്ദത്തം കൊണ്ട് കൊടുക്കണം. 8 പേരെയും കൊണ്ടേ നേരെ തിരുവല്ല കിടന്നു. മിഷൻ ക്യാമ്പസിൽ കൊണ്ടുപോയി പാട്ട് പഠിപ്പിച്ചു. പാട്ട് പണ്ടേ അറിയാം. ആ കൂടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. സായിപ്പിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് എളുപ്പം. 8 പേരെയും പഠിപ്പിച്ചു. ഒറ്റ കൊല്ലം അവിടെ നിർത്തി അന്തസാർന്ന തൊഴിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് ലണ്ടനിൽ പ്രസിദ്ധം ചെയ്യുന്ന മിഷൻ സൊസൈറ്റി പ്രസിദ്ധം ചെയ്യുന്ന അവരുടെ മാസികയിൽ അച്ചടിച്ച് വരുന്ന 75 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തനാകണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ദൈവമാർ, യേശുക്രിസ്തുവാർ, പരിശുദ്ധാത്മാവ് എന്ത്, ബൈബിൾ എന്ത്, ഇതെല്ലാം പഠിപ്പിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തനായപ്പോൾ ഒറ്റ കൊല്ലം കഴിഞ്ഞ് സ്നാനം കൊടുത്തു. 1854 സെപ്റ്റംബർ 12-ാം തീയതി മല്ലപ്പള്ളി നടന്നതാ ചരിത്ര പ്രസിദ്ധമായ ഈ സംഭവം മലയാള ചരിത്രത്തിലെ, ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. അന്ന് മുതൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ മാർഗത്തെ അനുധാവനം ചെയ്തത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയല്ല, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു. അതോടെ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ദൈവം വേണ്ടതെന്ന് ആവശ്യമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന പരിപാലനത്തിന്റെ വിധങ്ങൾ അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അടുത്ത പ്രശ്നം, പള്ളി ഉണ്ടാക്കി. ഓല കൊണ്ടുവന്ന് തടി വെട്ടി പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നേരം വെളുക്കുകയും പള്ളിക്ക് തീ ഇട്ടു. എവിടെ നിന്ന് ആരാധിക്കും? ഹോക്സ് പുറത്ത് വിട്ടില്ല. കല്ല് കെട്ടിപ്പൊക്കി മേൽക്കൂരയിട്ട് ഓടുകൊണ്ട് കാലങ്ങളെടുത്ത് ഒരു പള്ളി അങ്ങ് വച്ചു. പിന്നെ അടുത്ത പ്രശ്നം, പാവപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥന നടത്താൻ ഒരച്ഛനെ കിട്ടുന്നില്ല. എല്ലാവരും ഓരോരോ വഴി, ആരും തയ്യാറില്ല. ശവമെടുക്കാൻ കാണിക്കുന്ന ബുദ്ധിമുട്ടോടെ മാറി പോയപ്പോൾ നല്ല കുടുംബത്തിൽ പിറന്ന, നല്ല പൗരാണികതയുള്ള, ചരിത്രമുള്ള, കുലമഹിമയുള്ളൊരു കുടുംബത്തിൽ പിറന്ന ജോർജ് മാത്തൻ എന്നൊരു അച്ഛൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ മക്കളും എൻ്റെ കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഈ ജനതയ്ക്ക് വേണ്ടി മരിക്കും, അവരുടെ കുടുംബങ്ങളിൽ പോയി ആഹാരം കഴിക്കും, അവരെ പരിഷ്കരിച്ച് നേരെയാക്കുമെന്ന് പറഞ്ഞ് ചങ്കുറപ്പോട് ഇറങ്ങിയ മിഷണറിയുടെ പേരാണ് ജോർജ് മാത്തൻ. അങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റലുള്ള, മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ്? ഇതിവിടെ നടക്കുമ്പോൾ മറ്റൊരു സംഭവം, പള്ളം കേന്ദ്രമാക്കിയ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു. ആളിൻ്റെ പേര് ഹെൻറി ബേക്കർ ജൂനിയർ. ഈ ജൂനിയർ കലാലയമൊക്കെ ആരംഭിച്ചു. അപ്പൻ ആരംഭിച്ച അങ്ങ് മേലികാവിലുമൊക്കെ സ്കൂൾ ആരംഭിച്ചു. കോട്ടയത്തും വന്നിരിക്കുക. ഈ ഘട്ടത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾക്കിടയിൽ അങ്ങകലെ ഹൈറേഞ്ചിൻ്റെ അടിവാരത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ ഹെൻറി ബേക്കറെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. പുള്ളി ചോദിച്ചു, ക്യാഷ് വല്ലതും ആണോ? കാരണം അടിമകളെ മോചിപ്പിക്കുന്ന ആളാണ് പുള്ളി. ക്യാഷ് കൊടുത്തു. അവർ പറഞ്ഞു, ക്യാഷ് ഒന്നും വേണ്ട ജമാനെ, അരിയും വേണ്ട, ക്യാഷും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്കിതൊക്കെ മലകളിൽ കിടന്ന് പണിയെടുത്തുണ്ടാക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠനം വേണം, യജമാനം വന്നൊരു സ്കൂൾ തുടങ്ങും. എൻ്റെ കുറഞ്ഞ് സാധിക്കില്ല. കാരണം സ്കൂൾ തുടങ്ങിയ മാഷന്മാർ വേണം, അധ്യാപകരില്ല, അധ്യാപകരവിടെ വന്നുപോയി പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വഴി വേണം, മറ്റു പല സൗകര്യം വേണം, അല്ലേ അവരവിടെ പാർപ്പിക്കണം. അങ്ങനൊന്നും മാഷുമാരെ കിട്ടത്തില്ല. ഇവർ പോയി 1 അല്ല 6 തവണ നടന്നു. ഹൈറേഞ്ചിൻ്റെ അടിവാരത്തു നിന്നാണ്. 6ാം തവണ വന്നപ്പോൾ ഹെൻറി ബേക്കർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. പറ്റിയ വാക്യം വായിച്ചത്, വിധവ വന്ന് അസഹ്യപ്പെടുത്തുന്നു, ഇനി ഞാൻ അവളുടെ പ്രതിക്രിയ നടത്തി കൊടുത്തില്ലേ അവൾ തല്ലിപ്പിടിപ്പിക്കും. അത് വായിക്കാൻ പുള്ളിക്കൊരു കുറ്റബോധം. അദ്ദേഹം പറഞ്ഞു, പോകാം, അടുത്ത ദിവസം പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞു, പറ്റില്ല, ഇപ്പോൾ വരണം. തടി വെച്ച് കെട്ടി, കസേര അതിൽ വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു, യജമാനെ കയറി ഇരി. പുള്ളി പറഞ്ഞു, ഒരു നാണക്കെടുത്ത് കയറിപ്പോവാൻ. വേണ്ട, നടന്നോളാം. ആയിക്കോട്ടെ. എങ്കിലും ഇത് കൈ പിടിച്ചു. കാടും പള്ളയും നദീതീരവുമൊക്കെ കടന്ന് 1-2 ദിവസങ്ങൾ യാത്ര ചെയ്ത് പോവുക. ഒടുക്കം പുള്ളിക്ക് മനസ്സിലായി, ചെന്നെത്തണമെങ്കിൽ ഇത് കയറി ഇരിക്കണം. ബിരുദം കൊണ്ടുപോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞൊരു 3-ാം പ്രഭാതത്തിൽ പരവരാ നേരം വെളുത്ത് ഇടയ്ക്ക് വഴിയിലൊക്കെ ഇരിക്കും, കിഴങ്ങുകൾ വാന്തി ചുട്ടു തിന്നും, പച്ചവെള്ളം കുടിക്കും, ഇങ്ങനെ പോവാ. 3-ാം ദിവസം പ്രഭാതത്തിൽ
പുഴയുടെ തീരത്ത് വെള്ള നിറമുള്ള ധാരാളം പക്ഷികൾ, സ്വാൻ എന്ന് അവരൊരു പേരിടുക. അവർ ഈ പക്ഷികളുടെയൊക്കെ പേര് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പക്ഷേ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പക്ഷിക്ക് എന്താ പേരിട്ടേക്കുന്നത്? അവർ പറഞ്ഞാൽ എൻ്റെ പേര് ആ വെള്ള നിറമുള്ള പക്ഷിക്ക് പേരിട്ടു മുണ്ടി. അങ്ങനെ ധാരാളം മുണ്ടികളെ കണ്ട സ്ഥലത്തിന് മുണ്ടക്കയം എന്ന് പേര് വന്നു. അവിടെ സ്കൂളങ്ങ് തുടങ്ങി. ആ സ്കൂൾ അങ്ങോട്ട് ആരംഭിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അരി കൊണ്ടുചെല്ലണം, പലവ്യഞ്ജനം കൊണ്ടുചെല്ലണം, പുസ്തകം കൊണ്ടുചെല്ലണം, ആ അധ്യാപകരെ കൊണ്ടുചെല്ലണം, ഇതിനൊക്കെ വേണ്ടി വഴി വേണം. വഴിവെട്ട് തുടങ്ങി. കോട്ടയത്തുനിന്ന് വഴി വെട്ടി 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 പോവാ. കൂടെ കാടമൻ ടി എസ്റ്റേറ്റിലെ ജീവനക്കാരും കൂടി അവർക്കും വഴി വേണം. വഴി വെട്ടി 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 ഒരു മലയടിവാരത്തിൽ വന്നു. അന്നത് മലയാ. അവിടെ എല്ലാം ആ പടർന്നു നിൽക്കുന്നു ധാരാളം മുളകൾ, ഇല്ലി, മുള്ള്, പാമ്പുകൾ, കാവുകൾ. ഇതിനകത്തെല്ലാം വിഷപ്പാമ്പുണ്ട്, കടിക്കും. മനുഷ്യൻ അതുവഴി പോകാൻ ഭയമാ. പിന്നെ കുഴി ഇറങ്ങി മറ്റൊരു വഴിക്ക് പോകണം. എത്ര നോക്കിയിട്ടും പണിക്കാരെ കിട്ടുന്നില്ല, പേടി. കാവ് വെട്ടിത്തെളിച്ചാൽ സർപ്പകോപം വരുമെന്നാ. സർപ്പകോപം ശരിയാന്ന് വിശ്വസിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കിക്കൊള്ളണം, ചൈനയിലെ ആൾക്കാരുടെ പ്രധാന ഭക്ഷണം പാമ്പാ. ഒരു കോപവും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ചൈന ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായൊരു സമ്പന്ന രാജ്യമാണ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ കെട്ടുകഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഭയപ്പെടുത്താതെ ഇതും കണ്ട് ഞങ്ങളാരും പേടിക്കില്ല. പോട്ടെ, സർപ്പകോപം വരും, സായിപ്പ് കിട്ടില്ല. ഒരു നാഴിക്കകത്ത് കുറേ സ്വർണം തരികൾ ചെറുതാക്കി അരിമണി വലുപ്പത്തിൽ എടുത്തിട്ട് ഈ പണിക്കാരില്ലെന്ന് കാണിച്ച്, കണ്ടോ? കണ്ടു. പുള്ളി ഇത് വാരിയെടുത്ത് ഈ മുളയ്ക്കകത്തോട്ട് എറിഞ്ഞു. എവിടുന്നൊക്കെയോ കിട്ടിയ വാക്കത്തിയും കോടാലിയും കൊണ്ട് ഒരു സർപ്പകവും പിടിക്കാതെ സ്വർണം കണ്ടപ്പോൾ വെട്ടു തുടങ്ങി. അങ്ങനെ മുള മുഴുവൻ വെട്ടി റെഡിയാക്കി ആ മല നേരെയാക്കിയപ്പോൾ ആ മലക്കൊരു പേര് കിട്ടി, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളിക്ക് ഇപ്പുറത്തെ പൊൻകുന്നം കണ്ടോ? അങ്ങനെ ഉണ്ടായ സ്ഥലമാണ്. അതിൻ്റെ അരികിൽ നിന്ന് പാവപ്പെട്ട ഞാൻ ഈ ബൈബിളും പിടിച്ചൊരു പ്രസംഗം നടത്തുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയാ, നിർത്താൻ. നീ നിർത്താൻ, നീ പ്രായമായിട്ടില്ല, അതിനുള്ള ത്രാണിയൊന്നും നിനക്കായിട്ടില്ല. ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള ആർജവേ സുവിശേഷം പറയുന്ന നമുക്കാ. സന്തോഷമുണ്ടോ? സുവിശേഷം പറയുന്ന യേശുവിൻ്റെ അനുഗാമികളെയാ ഈ കാര്യം ചെയ്യാൻ അനുവാദമുള്ളൂ. KK റോഡിൻ്റെ നിർമ്മിതി, നാഷണൽ ഹൈവേയുടെ നിർമ്മിതി പറയാം, റെയിൽവേയുടെ നിർമ്മിതി പറയാം. ഇതിനകത്തെല്ലാം ഉണ്ട് പ്രാർത്ഥനയോട് ഇടപെട്ട ദൈവമക്കളുടെ അതിശക്തമായൊരു സാന്നിധ്യം. ഹല്ലേലൂയ. ഞാൻ കൊളോണിയലിസത്തെ കുറിച്ചല്ല പറയുന്നത്. ആ കൊളോണിയലിസത്തിന്റെ പാരലായി ഈ രാജ്യത്തിലേക്ക് വന്ന മിഷണറി വീരന്മാർ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ആധുനിക വിദ്യാഭ്യാസം, ആധുനികമായ സംവിധാനങ്ങൾ, പഠനങ്ങൾ, ശാസ്ത്രബോധം, ഇതൊക്കെ മനുഷ്യരാശിക്ക് ഈ നാട്ടിൽ കൊടുത്തത് ഈ സുവിശേഷമാണ്. ഹല്ലേലൂയ. അപ്പൊ രാജ്യവും നീതിയും അന്വേഷിക്കുക. ആ രാജ്യവും നീതിയും ബോധ്യപ്പെട്ടവരെ ഇത് വന്ന് ഇവിടെ പഠിപ്പിച്ചു, ഇത് വന്ന് ബോധ്യപ്പെടുത്തി. ഞാൻ അതിലേക്ക് ഒത്തിരി നീട്ടിക്കൊട്ട് പോകുന്നില്ല. അപ്പം രാജാവിനൊരു രാജ്യം, അതിനൊരു നീതി വേണം. ആ നീതി കിട്ടാത്തവനോട് പറയുക, നീതിക്ക് നീ വിശന്ന് ദാഹിച്ചാൽ നീ ഭാഗ്യവാൻ. ആ നിനക്ക് നീതി കിട്ടാനുള്ള വഴിയെന്തെന്ന് പറഞ്ഞു തരിക. ബഹുമാനരെ, ഈ മിഷണറിമാർ ഇന്ത്യയിൽ നീതിബോധം കാട്ടിയില്ല എങ്കിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്ന് നടക്കുന്നറിയണ്ടേ? ഒരു കാര്യം കൂടി പറഞ്ഞതിലേക്ക് ഞാൻ വരാം. നിങ്ങളെന്ന് ചെല്ലുക. തിരുവല്ല കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ടല്ലോ, ചങ്ങനാശ്ശേരി. അത് കൈവഴികൾ എടുത്തു പോവുക, ചാത്തങ്കേരി ചെല്ലും. കുട്ടനാട്ടിലോട്ട് തിരിഞ്ഞാൽ വലതുവശത്തേക്ക് ചെല്ലുക, കണ്ണഞ്ചിറയും ചീരഞ്ചിറയൊക്കെ ചെല്ലും. എങ്ങനെയുണ്ടായി ഈ സ്ഥലങ്ങളെന്നറിയണ്ടേ? പണ്ട് കാലത്ത് വിശാലമായി കിടക്കുന്ന വയൽ, ആ വയലിൽ പെയ്തിറങ്ങുന്ന മഴ ഈ വയലിനെ മുഴുവൻ വിഴുങ്ങും. അവിടെ കിളുത്ത് നിൽക്കുന്ന നെല്ലുകളുണ്ട്, ഈ നെല്ലുകൾ മുഴുവൻ നശിക്കും. ഒടുക്കം കനത്ത ക്ഷാമം നേരിടുന്ന ജന്മി, കനത്ത നഷ്ടം വരുന്ന ജന്മി, ശാസ്ത്രീയ കാരണമല്ല തിരക്കുന്നത്, ഇത് കണ്ടുപിടിക്കാൻ ഒരു മാന്ത്രികനെ വിളിക്കും. മാന്ത്രികൻ ശംഖ് ഇറക്കും, കബഡി നിരത്തും. ഏറ്റവും ഒടുവിൽ പറയും, ഈ ബണ്ട് കെട്ടിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. ഈ ഭൂമി രക്തത്തിന് ദാഹിക്കുക, അതിനല്പം രക്തം കൊടുക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യനെ ഗുരുതി കൊടുക്കണം. അന്നിത് കേസൊന്നും വരികയല്ല. എന്താ കാര്യം തരണ്ടേ? അടിമയെ വിലക്ക് വാങ്ങുമ്പോൾ ഒരു പറ്റിച്ചിട്ടുണ്ട്, ഒരു ആധാരം. ചുമ്മാ അങ്ങ് വിടുകയല്ല. അതിലെഴുതിയ വാക്കുമൊക്കെ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. ആർക്കൈവ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ?
വേണ്ടി വന്നാൽ ഈ അടിമയ്ക്കിട്ട് ദേഹത്ത് മുറിവേൽപ്പിക്കാം, അവനെ അടിക്കാം, ചാട്ടവാറിനടിക്കാം, അടുത്ത ഭാഷ കാവ്യാത്മകമായൊരു ഭാഷ കെട്ടാൻ നടുങ്ങും. ഇവനെ വിൽക്കുകിൽ വിലക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. ഇങ്ങനെ എഴുതി ആധാര ലൈസൻസോടായി പോന്നേ. എടുക്കും പരിഹാരം കണ്ടെത്തി. ഈ പാടവരമ്പത്ത് കുഴിയെടുക്കും. ആഴത്തിൽ കുഴിയെടുത്തിട്ട് ഈ കുഴിയെടുത്തവനോട് പറയും, നീങ്ങി വാ, അപ്പുറത്തൊരു കുഴിയും എടുക്കുമോ. പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഇവരിനകത്ത് എന്തെങ്കിലും ഒരു വസ്തു എടുത്തിടും. ഇവനെ തന്നെ വിളിക്കും, നീങ്ങി വാ അന്ന്. ആ സാധനം ഇറങ്ങിയെടുക്ക്. ഇവനങ്ങോട്ട് ഇറങ്ങിയെടുക്കുമ്പോൾ ഒരു പടുകൂറ്റൻ കല്ല് തള്ളി അവൻ്റെ മണ്ടക്കിടും. അതിൻ്റെ മീതെ മണ്ണിടും. ഒഴുക്ക അവൻ്റെ ജീവൻ അതിനകത്ത് പൊലിഞ്ഞു. ബണ്ടുറയ്ക്കാൻ, വയൽവരമ്പം ഉറയ്ക്കാൻ ഗുരുതി ചോദിച്ച ഭൂമിയിലെ ദൈവങ്ങൾക്ക് ഗുരുതി കൊടുത്തുകൊണ്ട്, മലദൈവങ്ങൾക്കും കുലദൈവങ്ങൾക്കും ജീവനുള്ള മനുഷ്യൻ്റെ രക്തം കൊടുത്തുകൊണ്ട് ഇവിടെ ഉറച്ച ബണ്ടുകളുണ്ട്. അങ്ങനെ കണ്ണൻ്റെ രക്തം ചീന്തി ഉണ്ടാക്കിയെടുത്ത ചിറയ്ക്ക് കണ്ണൻ ചിറയെന്ന് പേര് വന്നു. ചീരൻ്റെ രക്തം ചീന്തിയിടം ചീരൻ ചിറയായി. ചാത്തൻ്റെ രക്തം ചീന്തിയിടം ചാത്തൻ കയറിയായി. ചങ്ങനാശ്ശേരിയായി. എത്രയെത്ര മനുഷ്യർ ഈ സ്ഥലത്തൊക്കെ വന്ന് അന്നത്തെ മിഷണറിമാർ പ്രസംഗിച്ചു. ചിലർ ഓടി ഒളിച്ച് ഇവരുടെയൊക്കെ ഒപ്പം കൂടി. അവരുടെ ഉള്ളിൽ അപ്പനെ കൊന്ന, അമ്മയെ കൊന്ന, സഹോദരനെ ചവിട്ടിത്താഴ്ത്തിയ പ്രതികാരബോധമുണ്ടായിരുന്നു. ആ പ്രതികാരബോധത്തിൻ്റെ സകല ചിന്തകളും മാറ്റിക്കൊണ്ട് ക്ഷമയുടെ സുവിശേഷം കൊണ്ട് പറഞ്ഞു, നാളെ ഒരിക്കൽ ഈ തകർന്നടിഞ്ഞ ഇടത്ത് നിനക്ക് വിലയും നിലയും മാന്യതയും തരാൻ ഈ പുസ്തകവും അതിൽ വിരാജിക്കുന്ന യേശുവും ശക്തനാണ്. ഈ സുവിശേഷമാ കേരളം കേട്ടത്. ആ സുവിശേഷമാ കേരളത്തെ മാറ്റിയത്. അവിടെയാണ് സഹനത്തോടുകൂടി പ്രശ്നങ്ങളെ കാണാൻ ആളുകൾ പഠിച്ചത്. അതിന് കേവലമായ മതപരിവർത്തനത്തിന്റെ ചാപ്പകുത്തി ഒതുക്കുന്നവർ ചരിത്രത്തിന്റെ നീതിബോധത്തെ എന്തെന്നറിയാത്തവരാ. ആ നീതി ഇന്ന് മനുഷ്യരെ പ്രാപ്യമായ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാ? അത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഒരു ദൈവങ്ങളും ആർക്കും തന്നില്ല. ഇന്ത്യയിൽ സാധാരണ ജനത്തിന്, അതിസാധുക്കൾക്ക് വിദ്യ വിലക്കിയ മണ്ഡലത്തിൽ അവരാർജിച്ചതെല്ലാം മിഷണറി സംസ്കാരങ്ങളിലൂടെയാണ്. ഏറ്റവും ഒടുവിൽ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടു, ഭരണഘടന രേഖപ്പെടുത്തപ്പെട്ടു, ഭരണഘടന സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യ റിപ്പബ്ലിക്കായി. അതിനകത്ത് കൊണ്ടൊരു പാസ്റ്റർ, ഇതിനകത്ത് ഭരണഘടനയ്ക്കകത്ത് തെളിവ് വേണം, ചുമ്മാ പറയല്ല. രാഷ്ട്രം തപാൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച ഒരു പാസ്റ്റർ കൂടി തയ്യാറാക്കിയ സാധനത്തിൻ്റെ പേരാ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം പട്ടിക. ആകെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 12 പട്ടിക, 22 വകുപ്പ്, 395 നിബന്ധനകൾ, ആർട്ടിക്കിൾ. ഇതിൽ ഭരണഘടനയുടെ 6-ാം പട്ടിക തയ്യാറാക്കിയത് ഒരു പാസ്റ്ററാണെന്ന്. പരിചയമില്ലല്ലേ? നമുക്ക് പരിചയം വരാൻ വേണ്ടി കുറേ എടുത്തു. നമ്മുടെ കെ ഇബ്രാഹിം സാറിനെ കല്യാണം നടത്തിയ ആളിൻ്റെ പേര് അഹമ്മദ് ഖാൻ എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക് കൺവേർട്ട് പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭയുടെ പേര് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നായിരുന്നു, അമേരിക്കയിലുള്ള. അപ്പോൾ IPCയുടെ സ്ഥാപക നേതാവിലൊരാളായ നമ്മുടെ കെ ഇബ്രാഹിം സാർ മുമ്പ് ഉൾപ്പെട്ടിരുന്ന സഭയുടെ പേരാണ് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ്. ഇപ്പോഴും ഉണ്ടത് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ്. ഇതേ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിലെ ആസാമിലെ സുവിശേഷകൻ്റെ പേരായിരുന്നു JJM നിക്കോൾസൺ റോയ് എന്ന ആദിവാസി. JJM നിക്കോൾസൺ റോയ് ബ്രിട്ടീഷ് കാലത്ത് BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആദിവാസിയാണ്, പാസ്റ്ററും കൂടെ. ആൻഡേഴ്സൺ ചർച്ചകോടിൻ്റെ അംഗമാണ്. ആത്മനിറവും ദൈവകൃപയും അന്യഭാഷയൊക്കെയുള്ള ആളാ. അദ്ദേഹമാണ് ഭരണഘടനയുടെ 6-ാം പട്ടിക തയ്യാറാക്കിയത്. രാഷ്ട്രം 63-ൽ അദ്ദേഹത്തിന് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ചു. പോയി നിങ്ങൾ ഗൂഗിൾ ചെയ്തോണം, മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങളാരും പുറത്തുനിന്ന് പോകുന്നവരല്ല, ഈ പുസ്തകത്തിലൊക്കെ പണിയെടുത്ത ആളുകളാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വരട്ടെ. ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ, ഭാഷയുടെ വികാസത്തിൽ, നിഘണ്ടുക്കളുടെ നിർമ്മാണത്തിൽ, ആധുനികതയുടെ പരിഷ്കൃതങ്ങളായ ആശയങ്ങൾക്ക് നടുവിൽ ഈ ബൈബിളും അത് പ്രചരിപ്പിച്ചവരും വഹിച്ച പങ്ക് വലുതാ. എല്ലാ മനുഷ്യരുടെയും നീതിയാ അത് മുമ്പോട്ട് വെച്ചത്. എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളലാ അത് മുമ്പോട്ട് വെച്ചത്. ഞാൻ പതിവായി പറയാറുണ്ട്, യോഗം കഴിയുമ്പോൾ നമുക്ക് അനീച്ചാനി സെക്രട്ടറി എല്ലാവരുടെ കൂടി ഒരു ചായ തന്നു എന്ന് വിചാരിക്കുക. ചായ കിട്ടില്ല എന്നൊന്നും പറയരുത്, സങ്കല്പിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ.
തോമസ് മാസ്റ്റർ അതിനൊക്കെ വിശാലകൃതിയുള്ള ആളാണ്, എനിക്ക് പണ്ടേ അറിയാം. ഈ ചായ കുടിച്ച ഗ്ലാസ് അങ്ങോട്ടൊന്ന് കളഞ്ഞ്, ഈ ഗ്ലാസ് അവിടെ കളഞ്ഞ മനുഷ്യനെ ആൾക്കാർ വിളിക്കുന്ന സാറേ എന്നാണ്. അല്പം കഴിഞ്ഞൊരു പാവപ്പെട്ട അത് വെറുക്കും, അതെന്തോ കുറഞ്ഞ ഒരാളാണ്. മാലിന്യം ഉണ്ടാക്കിയവൻ സാറ്, സ്ഥലം വൃത്തിയാക്കിയവൻ കുഴപ്പക്കാരൻ. അതാ ഇന്ത്യക്കാരൻ പഠിച്ചു വെച്ചേ. ഇത് രേഖയിലുള്ളതാ, അത് തെളിയിക്കാനുണ്ടേ. ബ്രിട്ടനിൽ വട്ടമേശ സമ്മേളനം നടക്കുക. മഹാത്മജി അവിടെ പോയി. മഹാത്മജി പറഞ്ഞ ആരും പോകില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അംബേദ്കർ പോയി. അംബേദ്കർ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പറഞ്ഞു, ഞാനും എൻ്റെ ഒരു ജനതയുണ്ട്, ഞങ്ങൾ ഈ വകുപ്പിലൊന്നും ഉൾക്കൊള്ളും, ഹിന്ദു അല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യാനി അല്ലാത്തൊരു ജനത, അങ്ങനെ കൂട്ടണം. ബ്രിട്ടീഷുകാർ ഏതാണ്ടത് അംഗീകരിച്ചു. വില്യം മക്ഡൊണാൾഡ്, റാംസി മക്ഡൊണാൾഡ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, വട്ടമേശ സമ്മേളനത്തിൽ അംഗീകരിച്ചു. ആഗഖാനും മുഹമ്മദ് അലി ജിന്ന എല്ലാം ഉണ്ട് അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ഈ കാര്യം മണത്തറിഞ്ഞ ഗാന്ധിജി അവിടെ ലാൻഡ് ചെയ്തു. അടുത്ത ഘട്ടം പിന്നെ ഓടൊക്കെ ഇവർ തങ്ങളിലായി. ഗാന്ധിജി പറഞ്ഞു നമ്മളൊന്നാ, അംബേദ്കർ പറഞ്ഞു നമ്മൾ രണ്ടാ. അടിമൂത്ത് വല്ലാതായപ്പോൾ ബ്രിട്ടനിലെ പത്രങ്ങൾ എഴുതി ഇവർക്ക് തമ്മിൽ ഐക്യതയില്ല, പിന്നെ എങ്ങനെ നോക്കും, പ്രശ്നം തീർക്കാൻ ചെന്നാ. അപ്പോൾ ഗാന്ധിജി ഒരു ഫോർമുല വെച്ചു, ഡോക്ടർ അംബേദ്കർ, നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമുക്കിവിടെ വേണോ ഈ തർക്കം, നമുക്ക് നാട്ടിച്ചല്ല, സായിപ്പിൻ്റെ മുമ്പിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് കെഞ്ചേണ്ട അവസ്ഥ വന്നിരിക്കുക, നമ്മൾ ഇവിടെ ഒറ്റക്കെട്ടായി നിന്ന് ഇവനോട് ആദ്യം ഇത് പിടിച്ചു മേടിക്കണം, നമ്മൾ ഒന്നാന്ന് പറ. നല്ലൊരാശയല്ലേ? അംബേദ്കർ പറഞ്ഞു ഇവൻ്റെ ഇത് മേടിക്കത്തിലും വലുത് അവൻ്റെ ഇന്ന് അവിടെ ചെന്ന് ഇത് മേടിക്കണം, അതെനിക്കറിയാം, വേല മനസ്സിരിക്കട്ടെ. അന്നേരം പറഞ്ഞു ഞങ്ങൾ മാതൃരാജ്യത്തിന് വേണ്ടി നിൽക്കണം. അംബേദ്കർ പറഞ്ഞു മാതൃരാജ്യമോ, എനിക്കോ, താങ്കൾക്കറിയാം എൻ്റെ രാജ്യത്ത് കൂടി ഞാൻ എങ്ങനെ പോകണം? കഴുത്തിൽ ഒരു കുടം, അരയിലൊരു ചൂല്. ഇതിനെ കഴുത്തിൽ കുടം എന്ന് പറയുന്നത് ചാമറെന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ജാതിക്കാർ വഴിയെ പോകുമ്പോൾ ഉമിനീരുൽപ്പാദിപ്പിക്കപ്പെട്ടാൽ വഴിയിൽ കഴിഞ്ഞാൽ അത് അശുദ്ധിയാകും. അത് ആര് തുപ്പിയാലും അശുദ്ധി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അംബേദ്കറും കൊണ്ടൊരു തുപ്പിയാൽ അശുദ്ധി. അതുവഴി ബ്രാഹ്മൺസിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തുപ്പുന്നു എന്ന സംശയം കൊണ്ട് ഒരു കുട കൊണ്ടേ പ്രശ്നമില്ല, അതിങ്ങനെ മാല പോലെ കഴുത്തേ കിടക്കണം. തീർന്നില്ല, അരയിലൊരു ചൂല്. എന്തിനാണെന്നറിയണ്ടേ? നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പാദം നിലത്ത് പൊതിഞ്ഞാൽ ഈ കാൽപാദം ഇങ്ങനെ പാട് കിടക്കുമല്ലോ, നമ്മുടെ ആത്മീയാത്രയുടെ പാട്ടുപുസ്തകത്തിൽ കിടക്കുന്ന പോലെ രണ്ട് കാലേ. ഇത് പിന്നാലെ വരുന്ന ബ്രാഹ്മൺ ഇതിൽ ചവിട്ടിയാൽ അവൻ അശുദ്ധി വരും. അതുകൊണ്ട് ഓരോ ചുവട്ടടി നടക്കുമ്പോഴും തിരിഞ്ഞിരുന്നൊന്ന് തൂക്കുക. ഈ രാജ്യത്ത് എനിക്ക് എന്ത് ആത്മാഭിമാനം കിട്ടും അങ്ങ് പറ. ഇത് ബ്രിട്ടനിലെ പത്രങ്ങൾ എഴുതി. ഗാന്ധിയുടെ തിരിച്ചുള്ള പെർഫോമൻസ് അങ്ങേയറ്റം ദയനീയം. എത്ര സംഭവങ്ങളാ ഈ രാജ്യത്ത് നടന്നത്. ഇതിനെല്ലാം ശേഷം ഈ ഭരണഘടന എഴുതുമ്പോൾ അംബേദ്കർ പറയാ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ ഞങ്ങൾ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയണ്ടേ? പണ്ട് നാം എല്ലാവരും പ്രജ, ഇന്ന് പൗരനായപ്പോൾ ഈ പണി നടക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ദേശീയ ബോധം വന്നിട്ട് പറയുക വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ ഞങ്ങൾ. ഇന്ത്യക്കാരെ മുഴുവൻ ഒന്നായി കാണുന്ന ഒറ്റ മത കിതാബും ഇതിനു മുമ്പ് പിറവി കണ്ടിട്ടില്ല. ഇന്ത്യക്കാരെ ഒന്നായി കണ്ട ഒറ്റ കിതാബേ ഉള്ളൂ, അതിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടന എന്നാണ്. അത് രൂപപ്പെടുത്തിയതേ ഇത്തരത്തിലെ മഹാരഥന്മാരാണ്. നിക്കോൾസൺ റോയിയെ പോലെ ഇന്ത്യക്കാരികളായ മലയാളികളായ 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും 3 പേരും ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടി എഴുതിയതാ. ഇതിലൊന്നും ഇന്ന് ഈ വീരവാദം അടിക്കുന്ന ഒറ്റ ഒരുത്തൻ്റെ സാന്നിധ്യമില്ല. അവരുടെയൊക്കെ മുഖപ്രസംഗം 48 പ്രസിദ്ധം ചെയ്ത പത്രങ്ങളിൽ എഴുതി ഇന്ത്യൻ പൗരാണികതയോ ഇന്ത്യൻ മൂല്യങ്ങളോ ഇല്ലാത്ത ഈ ഭരണഘടന വേണ്ട. ഇന്ന് ആ ഭരണഘടന വെച്ചാൽ നാളെ മത്സരിച്ച് വോട്ട് കളിക്കുന്നത്. അതൊക്കെ ആ കാലം നിങ്ങൾക്ക് കരുതി വെച്ചിരുന്ന കാവ്യനീതി. ഒരിക്കൽ നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരുമെന്ന് അന്നേ സ്വപ്നം കണ്ടവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ നോട്ട് ചോദിക്കാൻ ഇത്തരം തത്വസംഹിതകളുള്ള ഞങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കാലം കരുതി വെച്ചതാ. എന്താണ് കാരണം? തലമുറ
വിദ്യാഭ്യാസം ആർജിച്ചപ്പോൾ ഇത്തരം അടിമത്തങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാൻ, നട്ടലെന്ന് വിളക്കാൻ കഴിയില്ല എന്ന ആഭിജാത്യത്തോടെ, ചിന്തയോടെ ഒരു സമൂഹം ശക്തിപ്പെട്ടതിന്റെ പിന്നിലെ പ്രചോദനം വിശുദ്ധ ബൈബിളും അത് പഠിപ്പിച്ച മിഷണറിമാരുമാണ്. അതെവിടെ ഉയർത്തിപ്പറയാനുള്ള ഞങ്ങളുടെ ആർജവം ആർക്കും പണയം വെക്കുന്നില്ല. അത് കണ്ടിട്ട് പറയാ ആ രാജ്യത്തിന്റെ നീതി. അപ്പൊ ഇവിടെ കിട്ടുന്നത് സാമൂഹ്യ നീതിയുടെ ചെറിയൊരളവാണ്. വലിയ നീതി കിട്ടുന്നൊരു സ്ഥലത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ പഠിപ്പിച്ചു. അപ്പോൾ ഭൂമിയിലെ ഓരോ ക്രൈസ്തവനും ആ സ്വർഗരാജ്യത്തിൻ്റെ അംബാസിഡേഴ്സാണ്. സാറിൻ്റെ സഭയുടെ പേര് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എംബസി എന്നല്ലേ? എംബസി ഓഫ് മനസ്സിലായില്ലേ? ചർച്ച് എംബസിയാണ് ആക്ച്വലി. അത് പറഞ്ഞാൽ അപ്പോൾ ആ മനുഷ്യനെ ക്രൂശിക്കരുത്, ഞങ്ങൾ ആദ്യം കാണുക. എന്നെ യോഗത്തിന് വിളിക്കാനൊന്നും വേണ്ടി പറഞ്ഞതുമല്ല. ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എംബസിയാണ്. എന്താ എംബസി? ചർച്ചക്കോട് എംബസി, IPC എംബസി എന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ കാരണം എംബസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇന്ത്യയുടെ ഒരു എംബസി അമേരിക്ക കാണും, ഇന്ത്യയുടെ ഒരു എംബസി ഓസ്ട്രേലിയ കാണും. അവിടെ പറന്ന് കളിക്കുന്ന കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. അമേരിക്കൻ എംബസി ഒരെണ്ണം ഇതാ കൊച്ചിയിലുണ്ട്, നമ്മുടെ മദ്രാസിലുണ്ട്, ചെന്നൈയിൽ. അവിടെ പറന്ന് കളിക്കുന്നത് അമേരിക്കയുടെ കൊടിയാണ്. അത് ഇന്ത്യക്കകത്തെ ഒരു അമേരിക്കയാണ്. മനസ്സിലായില്ലേ? അമേരിക്കൻ കൊടി പാറിക്കിടക്ക് കളിക്കുക. വേറൊരു കാര്യം, എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടാണ്. യുദ്ധങ്ങൾക്ക് മുമ്പ് ആദ്യം ചെയ്യുന്ന പണി, ഇവിടേക്ക് അയക്കപ്പെട്ട സ്ഥാനാപതിയെ തിരിച്ചു വിളിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിൻ്റെ ആമുഖമായി ചെയ്യുന്ന പണി എന്താ? ഇന്ത്യ നമ്മുടെ പാകിസ്ഥാനിലുള്ള സ്ഥാനാപതി അംബാസിഡറെ തിരിച്ചിഞ്ഞ് വിളിക്കും. അതൊരു സൂചനയാണ്. കാരണം നമ്മുടെ ആളിനെ അവിടെ ഇട്ടിട്ട് ഒരു ബോംബിടുകയില്ല. നമ്മളകച്ച നമ്മുടെ ആളാണ്. ഓരോ ദൈവവൈതലും സ്വർഗീയ അംബാസിഡേഴ്സാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. നമ്മളിൽ ഉയർന്നു പറഹാറി കളിക്കേണ്ട പതാക ആ സ്വർഗീയ പതാകയാണ്. നമ്മളിൽ നിക്ഷിപ്തമാക്കേണ്ടത് ആ സ്വർഗീയ നീതിയാണ്, യേശുവിൻ്റെ നീതിബോധമാണ്. സമൂഹത്തിലെ എല്ലാ മനുഷ്യരോടും കാട്ടിയ ആ നീതിബോധത്തിൻ്റെ അളവുകൾ കൊണ്ടാണ് ഓരോ സഭയും പ്രവർത്തിക്കേണ്ടത്. സഭയുടെ പ്രവൃത്തി പഥത്തിൽ കമ്മിറ്റിക്കല്ല, സെക്രട്ടറിക്കല്ല, പാസ്റ്റർക്കല്ല, ദൈവ സാന്നിധ്യത്തിനാണ് പ്രഥമ സ്ഥാനം. ആ ദൈവ സാന്നിധ്യമുള്ളിടത്ത് അവിചാരിത തർക്കങ്ങൾക്കിടയില്ല. അവിടെ നടക്കേണ്ടത് ദൈവത്തിൻ്റെ നീതിയാണ്. നീതി നിമിത്തം വിശന്ന് ദാഹിക്കുന്നവർക്ക് തൃപ്തി കൊടുക്കേണ്ട ഇടമാണ് എംബസി എന്ന് പറയുക. അവിടെ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. കർത്താവ് പഠിപ്പിച്ചു, നിങ്ങളവൻ്റെ രാജ്യമൊന്ന് അന്വേഷിക്കുക, അതിനൊരു നീതിയുണ്ട്. എന്താണ് ആ നീതി? ആ നീതി ചിലർക്ക് സഹിക്കാൻ പ്രയാസമുള്ള ചില ക്ലോസ് ഉണ്ട്. അത് നിയമാധിഷ്ഠിതമായൊരു നീതിയല്ല. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി തമ്മിൽ ഉരഞ്ഞു, ഇങ്ങനെയൊക്കെ വന്നാൽ അവിടെ നിന്ന് വലിയ വഴക്കുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതിനൊരു നിയമം ഈ രാജ്യത്തുണ്ട്. നമ്മുടെ വണ്ടിക്കിട്ടൊരുത്തോണ്ട് ഉരച്ചാൽ അയാളെ കൊല്ലാനോ ഒന്നും നിയമമൊന്നുമില്ല. നമ്മൾ കയറി കയ്യേറ്റം ചെയ്യാനൊന്നും നോക്കൂല, ആളിനെ രക്ഷിക്കണം. ഇതിന് എഴുതി വെച്ചിട്ടുണ്ട്, ആ നഷ്ടത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, കമ്പനിയായിട്ട് നമുക്ക് പിന്നെ ഇടപാട്. പിന്നെന്ത് ചെയ്യണം? ഇയാൾ ആശുപത്രിയിലാക്കണം, ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, ബാക്കിയൊന്നും അയാളുടെ ഉത്തരവാദിത്വമല്ല. ഇത്രേ ഉള്ളൂ കാര്യം. പക്ഷെ നീതി നമുക്ക് കിട്ടത്തില്ല. കാരണം അടുത്ത നമ്മളുടെ ഇൻഷുറൻസിൽ നിന്ന് ഈ ഡിപ്രിസിയേഷൻ ചാർജും നോ ക്ലെയിം ബോണസും എല്ലാം തിരിച്ചു പിടിച്ച് നമുക്കൊരു നഷ്ടം വരും. ഇതൊരു പക്ഷെ അപ്പം നീതിക്ക് ഒരു തുല്യതയില്ല. നീതിക്ക് തുല്യത വേണം. അതിനെന്താ വഴി? അതിന് വഴിയുണ്ട്. അവിടെ ഒരു കാര്യം, നീതി എന്ന് പറയുന്ന കാര്യം, ആ കൂടെ ചില ക്വാളിറ്റികളുണ്ട്. നീതിയുടെ കൂടെ വരുന്നൊരു പദമാണ് സത്യം. സത്യമില്ലാതെ നീതി ഉണ്ടാവും, നീതിയില്ലാതെ സത്യം ഉണ്ടാകില്ല. ഈ പദം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇഷ്ടപ്പെടരുത്. അപകടം പിടിച്ചൊരു പദമാണ് നീതി അല്ലെങ്കിൽ സത്യം. എന്താ അപകടം പിടിച്ചെന്ന് പറയാൻ കാരണം? അടുത്തിറങ്ങിയാൽ ഒരപകടം അതിലുണ്ട്. എന്താ അപകടം? സത്യം അഥവാ നീതി എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ പോയ നിങ്ങൾക്ക് പെനാൽറ്റി അടിക്കുന്ന കാര്യത്തിൻ്റെ പേരാ സത്യം. സന്തോഷമാണോ അത്? അല്ല. നഷ്ടം വരുത്തുന്ന സംഗതിയാണ് നീതി. മനസ്സിലായില്ല? പെനാൽറ്റി ഉണ്ട്. കുറ്റം ചെയ്ത നിങ്ങളെ തൂക്കിലിട്ടും, കുറ്റം ചെയ്ത നിങ്ങളെ തടവറയിലിടും.
അതിന് വിപരീതമൊരു പദമുണ്ട്, അതിൻ്റെ പേരാണ് കൃപ. കൃപ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ആ തൂക്കുമരം ഒഴിഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടും. ഇത് രണ്ടും കൂടി ഒരു മനുഷ്യന് ഒരുപോലെ കൊണ്ടു നടക്കാനാവില്ല. പറ്റുമോ? എങ്ങനെ പറ്റുന്നത്? തെളിവ് ഞാൻ പറയാം. ഈ ചർച്ചിൽ കൂടുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, ഞാൻ ഇന്ന് ഈ കൺവെൻഷനും പ്രസംഗിച്ചിട്ട് അദ്ദേഹം എന്നോട് ഭയങ്കര കാര്യം നന്നായിട്ട് ഇടപെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് എന്നെ അടുത്ത ദിവസം തൊട്ടടുത്ത റോഡ് സൈഡിൽ വെച്ച് പിടിച്ചു. എനിക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ സീറ്റ് വലിച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം. എന്നോടുള്ള ഇരിപ്പ് വശം വെച്ച് അദ്ദേഹം എനിക്കൊരു കരുണ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. തോമസ് ഭാഷ ചർച്ചിലെ മെമ്പർ, എന്നെ അറിയാം, ഭയങ്കര സ്നേഹം, ഒരു കാരുണ്യം കാണിച്ചേ പറ്റും. കുഴപ്പം എന്താണെന്നറിയണ്ടേ? അദ്ദേഹം കാരുണ്യം കാണിച്ചു പോയാൽ അത് നീതിയല്ല. ഡിപ്പാർട്ട്മെൻറ്റിനോട് കാണിക്കുന്ന അനീതി, തൊട്ടടുത്ത് നിൽക്കുന്ന ഓട്ടോക്കാരനോട് ചെയ്യുന്ന അനീതി, നാട്ടുകാരോട് ചെയ്യുന്ന അനീതി. അദ്ദേഹത്തിന് അധികാരമേ ഇല്ല എന്നെ വെറുതെ വിടാൻ, ഒരധികാരമില്ല, ശിക്ഷിച്ചേ പറ്റൂ. അപ്പം സത്യവും നീതിയും നമ്മളെ ശിക്ഷിക്കുമ്പോൾ, കൃപയെന്ന് പറയുന്നത് നമ്മളെ വെറുതെ വിടുക. ഇത് രണ്ടുകൂടെ പറ്റുമോ? പറ്റും. ഒരല്പം റിസ്ക്കാണ്. എന്തെന്ന് പറയാം. ഈ പോലീസുകാരൻ്റെ അടുത്ത് ഞാൻ നിൽക്കുക, അതെഞ്ചു ചെയ്യുമോ? ലൈസൻസ് എടുത്തില്ലേ? ഇല്ല. എവിടെ പോയായിരുന്നു? പിന്നെ പുള്ളി അതെല്ലാം വിട്ടു. അപ്പോൾ പോലീസുകാരനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പുറത്ത്. എൻ്റെ നമ്പറും എഴുതി. ആ രസീത് മേടിച്ച് ഇങ്ങനെ തന്നു. രസീത് എൻ്റെ കയ്യിലേക്ക് തരികയും, ഇദ്ദേഹം ചെയ്തത് ശരിയായില്ലല്ലോ എന്നോർത്ത് ഞാൻ 500 റുപ്യ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ പറയാ, വേണ്ട വേണ്ട വേണ്ട, പാസ്റ്റർ അവിടെ വെക്ക്. ആ മനുഷ്യൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് എന്നോട് കരുണ കാണിക്കാൻ വേണ്ടിയും ഡിപ്പാർട്ട്മെൻറ്റിനോട് നീതി കാണിക്കാൻ വേണ്ടിയും ഒരു 500 റുപ്യ എടുത്ത് നേരെ പോലീസുകാരൻ്റെ കൊടുത്തു. ഇപ്പോൾ രണ്ടും ആയില്ലേ? നീതിയായി, കൃപയായി. ശരിയല്ലേ? രണ്ടും വേണം. 2 ദിവസം കഴിഞ്ഞിട്ട് സോമൻ പാസ്റ്റർ ദാ വീണ്ടും വരുന്നു. ഞാൻ എന്നെ ആദ്യം അങ്ങ് പറഞ്ഞു പോയതാ. സോമൻ പാസ്റ്റർ വഴി പിടിച്ചു. പഴയ എസ് ഐ, അയ്യോ സോമൻ പാസ്റ്റർ ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ, എന്ത് പറ്റി? ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. നമ്മളന്നേരം സോമൻ പാസ്റ്റർ ഈ നാണക്കേട് കാരണം 500 രൂപ കയ്യിൽ നിന്ന് ഇന്ന് സാറ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എഴുതി കഴിഞ്ഞ് ഈ മനുഷ്യനുണ്ട്, വീണ്ടും കൊടുക്കുന്നു. 500 പാസ് കൈവച്ചു. പോയ വഴിക്ക് സോമൻ പാസ്റ്റർക്ക് ഒരു നാണക്കേട്, കഷ്ടം. ആ മനുഷ്യൻ ഇപ്പോൾ എത്ര തവണയായി? ഇനിയെങ്കിലും ഞാൻ മര്യാദയ്ക്ക് വാഹനം ഓടിക്കണം. ഈ നീതിബോധം എന്നിൽ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് വേണ്ടി കൃപയും സത്യവും നിറഞ്ഞ ഒരുവൻ ക്രൂശിൽ പകരം തൻ്റെ രക്തം കൊടുത്തപ്പോൾ നീതി സംജാതമായി. ഈ നീതി അന്വേഷിക്കാൻ ചെല്ലേണ്ട ഇടമാണ് ക്രൂശ്. മനസ്സിലായോ? അവിടേക്ക് നോക്ക്. നീതിയും കരുണയും ക്രൂശിക്കപ്പെടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ചേതോകരമായ കാഴ്ച. പക്ഷെ കുഴപ്പമെന്താ? അവിടേക്ക് പോകാൻ ഇന്ന് ആളില്ലെന്നേ. ആളുകൾക്കിഷ്ടം വേറൊരു സ്ഥലമുണ്ട്. ഏത് സ്ഥലം എന്നറിയണ്ടേ? ആഴ്ചകൾക്കപ്പുറത്ത് ഒരു സംഭവം ഉണ്ടാവുക. നമ്മുടെ യേശു ഒരു കഴുതപ്പുറത്ത് ജെറുസലേമിനെ ലക്ഷ്യമിട്ട് പോകുകയാണ്. ആളുകൾ കേട്ടറിഞ്ഞു, നാളെ ഗുരു ഇങ്ങനെ പോകുന്നു കേൾക്കുന്നു. അയ്യോ, ഓടി വരിക ആളുകൾ, എനിക്കും കൂടണം, എനിക്കും കൂടണം, എനിക്കും കൂടണം. ആളുകൾ കൂടുമ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാ? അങ്ങ് ഗലീലിയാ? ഇത്രയും ദൂരെ നീ യെരുശലേം വരെ വരാൻ കാരണം എന്താ? സുഹൃത്തേ, ഞാൻ കാവർന്നഭൂമിയിലുള്ള ആളാ, കാല് വയ്യാത്ത, ഞൊണ്ടി നടക്കുന്ന ഞാൻ. അവൻ കാപർഭൂമിൽ ചെല്ലുമ്പോൾ അടുത്തൊന്ന് കാണാൻ ചെന്നതാ. അവൻ തൊട്ടപ്പോൾ കിട്ടിയ സൗഖ്യത്തിൻ്റെ ബലത്തിലാ ഞാനിന്ന് വന്നേ. ഇന്നെൻ്റെ കാല് നോക്കി, നല്ല സൗഖ്യം, നല്ല ആനന്ദം, നല്ല ഉത്സാഹം. അടുത്ത ആൾ പറയുക, ഞാൻ ചെകിടനായിരുന്നു. ഇത് കേട്ട മാത്രയിൽ ഓടി ഗുരുവിൻ്റെ കൂടൊന്ന് കൂടാൻ. വേറൊരാൾ പറയുക, ഞാനേ ട്യൂമർ ബാധിച്ചവനായിരുന്നു, ഗുരു തൊട്ടപ്പോൾ വന്നതാ. 1-2 പേരല്ല, 10,000-കണക്കിന് മനുഷ്യരിങ്ങനെ പോകുമ്പോൾ അവർ തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ നിരത്തിയിട്ട് ആളുകൾ അതിന്മീതെ നടക്കുമ്പോൾ കർത്താവ് വഴി വരുമ്പോൾ ഹോസന്ന ഹോസന്ന എന്ന് വിളിച്ച് ആർപ്പോടെ അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി യാത്ര ഇഞ്ഞ് വരികല്ലേ.
എന്തൊരു രസകരമാണ് ആ കാഴ്ച. കലാശക്കൊട്ടെന്നൊക്കെ പറഞ്ഞല്ല. പക്ഷെ മണിക്കൂറുകളുടെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ എത്ര പേര് വന്നു അവിടെ? ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ യോഗത്തിൽ വന്നവരെ, നിങ്ങൾ കലാശക്കൊട്ടിൻ്റെ ആഘോഷത്തിന് വന്നോ, ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നോ? ട്യൂമർ മാറിയതിൻ്റെ, രോഗം മാറിയതിൻ്റെ, കടഭാരം മാറിയതിൻ്റെ കാരണത്താൽ വന്നോ? എനിക്ക് ഈ ഗുരുവിൻ്റെ അന്ത്യനിമിഷത്തിൽ അവനോട് ചേർന്ന് നിൽക്കണം, ഈ ബോധത്തിൽ വന്നോ? ആദ്യം പറഞ്ഞവരല്ലേ യേശുവിൻ്റെ അനുഗാമികൾ. നമുക്കവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അത് ക്രൂശാ തരുന്നേ. ക്രൂശാണ് ആ രാജ്യത്തിൻ്റെ നീതിബോധം ഉലകത്തിന് പ്രദാനം ചെയ്യുന്നത്. അതിനധികം പേരില്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നിർത്താം. നമ്മുടെ പോൾസം പാടുമ്പോൾ നിങ്ങളെ കൊണ്ടും പാട്ട് പാടിപ്പിക്കും. ഞാൻ കുറച്ച് നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഒരു തവണ ഞാൻ വിളിച്ചപ്പോൾ അറിഞ്ഞു, നിങ്ങൾ കയറി വിളിച്ചെന്ന് പറഞ്ഞു. ഇവിടെ കളത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ അടുത്ത വർഷം മുൻകൂട്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു തന്നത്, പാടുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെന്ന് പറയും. അതിൻ്റെ കുറേ തോമസ് പാസും പറയും, ഈ റോബി പാസും പറയും, സകല പുള്ളികളും വരുന്നവർ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നൊക്കെ പറയും. അതാവശ്യമാണ്. കാരണം ദൈവത്തിന് നന്ദി കൊടുക്കണം. കൊടുക്കണ്ടേ? കൊടുക്കണം. ആട്ടെ, എന്നെങ്കിലും ദൈവം നിങ്ങൾക്കൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യം ഉപദേശി. ദൈവം നമുക്ക് നന്ദി പറയാൻ ദൈവത്തിന് എന്താണ്ട് കടപ്പാടുണ്ടോ? എന്തൊരു കാര്യമാണ്. ദൈവം എപ്പോഴെങ്കിലും മറ്റുള്ള നന്ദി കേട്ടിട്ടുണ്ടോ? ആട്ടെ, ദൈവം നന്ദി പറയുമോ? പറയും. തെളിവ് ഞാൻ പറയാം. കുരിശും ചുമന്ന് രാജ്യത്തിൻ്റെ നീതി നിവർത്തിക്കാൻ പോകുന്നവൻ്റെ അരികിലേക്ക് ആളുകളിങ്ങനെ ചുറ്റും കൂടുമ്പോൾ അവിടെ പ്രചരിക്കുന്നൊരു അന്ധവിശ്വാസമുണ്ട്. ഈ ക്രൂശ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ക്രൂശിൽ നമ്മൾ ആരെങ്കിലും സ്പർശിച്ചാൽ നമ്മുടെ വീട്ടിൽ അനർത്ഥം വരുമെന്ന് അവരുടെ വിശ്വാസം. തുടരുത്, അശുദ്ധ വസ്തുവാണ്, ശാപമരമാണ്. ആദ്യം പറയട്ടെ, ഈ കുരിശെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടുപരിചയിച്ച തടി കൊണ്ടുള്ള ആ ചതുരവടിയുള്ള സാധനമല്ല. ഒരു ഉരുളൻ തടി, തടി തോളിലേക്ക് കയറ്റി വെച്ച് കെട്ടുക, മറ്റേ തടി അവിടെ കൊണ്ടെത്തിക്കണം. അവിടെ ചെന്ന് ഈ കയറഴിച്ച് കെട്ടി ഇന്ന് കാണുന്ന ക്രൂശാക്കുക. ഇത് ചുമലിലേക്ക് വെക്കണം, ഇത് കൂട്ടിക്കെട്ടണം. പക്ഷെ ഒരു കാര്യം, നിർദ്ദിഷ്ട സമയത്തിനകത്ത് ക്രൂശീകരണം നടത്തിയില്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ തൊപ്പി തെറിക്കും. അതാ റോമിലെ നിയമം. അദ്ദേഹത്തിന് മനസ്സിലായി. തലേന്ന് രാത്രി ഭക്ഷണം കഴിക്കാത്ത, പിറ്റേന്ന് മുഴുവൻ ചാട്ടവാറിന് അടി കിട്ടി, തലയിൽ വിഷമുള്ളുകൊണ്ടുള്ള കിരീടം വെച്ച് ദീനനായി നടന്നു നീങ്ങുന്നവന് സമയത്തവിടെ എത്താനാവില്ല. ഈ ഉത്തെങ്കിലും വാ. അപ്പോഴൊക്കെ ആൾക്കാർ പറയും, സാർ സാധ്യമല്ല, സാറിന് അറിയാമല്ലോ. പറ്റില്ല സാർ, പറ്റില്ല സാർ, ഞങ്ങളുടെ വീട്ടിൽ ശാപം പിടിച്ചു വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഈ കുറ്റവാളിയുടെ മരക്കുരിശ് ഞങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല. വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന കുറേന്യക്കാരനായ ശിമോൻ അവൻ ധരിച്ചെന്നപ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്കിതനുസരിക്കേണ്ട ബാധ്യതയില്ല, ഞാൻ മറ്റൊരുവൻ്റെ അടിമയാണ്, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കത് കേട്ടാൽ മതി, എനിക്ക് സാധിക്കില്ല. നിർബന്ധിച്ചു 3 സുവിശേഷം പറയുക, അവനെ വളരെ നിർബന്ധിച്ചു. ഒടുക്കം അവൻ എന്തും വരട്ടെ ക്രൂശെടുക്കാൻ വരിക. 2 പിഞ്ചോമരകളുണ്ട്, രൂഫോസ്, അലക്സാണ്ടർ എന്നവരുടെ പേര്. മക്കളെ നാളെ ക്രൂശിക്കും, വീട്ടിൽ ശാപം വരുമെന്നൊന്നും തോന്നാതെ ഇങ്ങോട്ട് വരിക. അരികിലേക്ക് വന്നു തോളിങ്ങനെ കാട്ടിക്കൊടുക്കുമ്പോൾ ആരാണ് ഇതുവരെ ചുമന്നതെന്നറിയാൻ തലയുയർത്തിയെന്ന് നോക്കിയപ്പോൾ പുഞ്ചിരിയോടെ സുസ്മേരവദനായി തലയിൽ ചോരയൊലിപ്പിച്ച് ചാട്ടക്കടിയിട്ട തെളുത്ത പാടുകളോടെ ഒരുവനവിടെ നിൽക്കുന്നു. തൊട്ടടുത്തവൻ്റെ ക്രൂശിൽ തൂക്കാൻ ഒരു ബോർഡ് തയ്യാറാക്കി ഒരുതൻ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ശിമോന് മനസ്സിലായി, ഇവനാണ് നസ്രയൻ. ഇവൻ്റെ പേര് ഒത്തിരി കേട്ടിട്ടുണ്ട്.
ഗുരു, നിന്റെ കുരിശാ ഞാൻ ചുമക്കേണ്ടതല്ലേ? സാരമില്ല ഗുരു, നിനക്ക് വേണ്ടി ഈ ചുമലിതാ വിട്ടുതരുന്നു, ഇവിടേക്ക് വെച്ചുകൊള്ളുക. അനുസരണമുള്ളൊരു കുഞ്ഞാടിനെ പോലെ ഈ തോളിങ്ങനെ വെച്ച് മരത്തടി എടുത്തതിന് മുകളിലേക്ക് വെക്കുമ്പോൾ യേശു അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു നന്ദി ഉണ്ടെന്ന്. ഇത് കിട്ടി എത്ര പേര് ഇവിടെ ഉണ്ട്? നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടാനാണെന്നല്ലേ, അങ്ങോട്ട് കൊടുക്കാനേ. നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് തിരിച്ചു കൊള്ളാം. ഒരു താങ്ക്സ് ദൈവം പറയുന്ന എന്തുണ്ടെന്ന്. ഈ മരക്കുരിശ് വെച്ച് ഇവനൊന്ന് നടക്കാൻ നോക്കിയപ്പോൾ വെച്ച് വീഴാൻ തുടങ്ങുമ്പോൾ അവൻ്റെ അരികിലേക്ക് യേശു വന്നു. കൂട്ടുകാരാ, ഇവിടേക്ക് വെച്ചോ. തോളങ്ങ് കൊടുത്തു. ആ തോളിലെടുത്ത് വെച്ചു ക്രൂശ്. അവ രണ്ടും ചേർത്ത് വീണ്ടും യേശുവിനെ കെട്ടി നടന്നു പോകുമ്പോൾ ഇവൻ ആകാംക്ഷയോടെ നോക്കി. വൈകിട്ട് വീട്ടിലെത്തുക. തോളാകെ നീറുന്ന വേദന, പുകയുന്ന ശരീരം. ആ നീറ്റലും പുകച്ചിലും അടയ്ക്കും അവനും ഒരു സംതൃപ്തി. ഭാര്യ വന്നിട്ട് ചോദിച്ചു, യജമാനൻ തല്ലിയോ? തോളിലെന്താ പാട്? അവൻ പറയാ, ഇതേ നസ്രായനായ യേശുവിൻ്റെ കുരിശ് ചുമന്ന് ഞാൻ ആ പാടാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇത്തരമൊരു അടയാളം ഈ ശിരസിൽ കൊണ്ടു നടക്കാൻ? മനസ്സുള്ള ദൈവമക്കളെ തിരഞ്ഞ ഈ രാത്രി ഈ സന്ദേശം, ഉന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കാം. ഈ പാടിന് പ്രത്യേകതയുണ്ടേ. ചുമന്ന യേശുവിന്റെ കുരിശാണെങ്കിൽ ഒരു ശത്രുവിനും തോൽപ്പിക്കാനാവാത്ത ഒരു അജയ്യതയുടെ ഒരു പ്രതിരോധത്തിന്റെ ചിഹ്നമാ ഈ ക്രൂശ്. പൗലോസ് പറയാ, ഞാൻ അവന്റെ ആ ചൂടടയാളം എന്റെ ശിരസിൽ ധരിച്ചിരിക്കുക. ത്യാഗത്തിന്റെ വേദനയുടെ നൊമ്പരത്തിന്റെ ആ പ്രതീകം ഞാനിവിടെ വഹിച്ചിരിക്കുക. തീർന്നില്ല സഹോദരി. ആ സ്ത്രീ അതിൽ ചൂടുപിടിച്ചു. ആള് പറഞ്ഞു, സാരമില്ല, മക്കൾക്ക് ശാപം വരുമെന്ന് അവർ ഓർത്തില്ല. ഇനി എന്ത് ശാപം വരാൻ? മക്കൾ നാളെ ഈ വയലിൽ പണിയെടുത്ത് ചോര തുപ്പി ഇവിടെ വീഴേണ്ടവരാ, ഇവിടെ മരിക്കേണ്ടവരാ. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞല്ലോ, യജമാനൻ ബണ്ടുറക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് ചവിട്ടിത്താക്കേണ്ടവരാ. ഇതിൽ പരം ഒരു ശാപമില്ല. എങ്കിലും ഒരു നീതിമാന്റെ നീതിബോധമുള്ള കുരിശ് ചുമന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഇതുവരെ കാണാത്ത ഒരു ദൈവിക അനുഗ്രഹം അവൻ തലമുറയ്ക്ക് കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ തോറ്റില്ല. കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ രൂഫോസ് ആരായി എന്നറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ മകൻ. ആ രൂഫോസ് എഫെസോസ് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു എന്ന ചരിത്രം. എന്തിനാ പറയണ്ടേ? പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറവി. രൂഫോസിൻ്റെ അരികിൽ വിളിച്ചോട്ട് ചോദിക്കുക, കൂട്ടുകാരാ, താങ്കൾ ഈ പരമാധ്യക്ഷനായത് എവിടെ പഠിച്ചുകൊണ്ടാ? ആരായിരുന്നു മെൻറ്റർ? ഏത് സെമിനാറിലാ പഠനം? അപ്പനെന്താ ജോലി? അവൻ പറയാ, ഒരു പാരമ്പര്യമില്ല ബ്രദർ, ഒരു പഠനവുമില്ല ബ്രദർ. പക്ഷെ എൻ്റെ അപ്പൻ ആയിരങ്ങൾ കൂടിയിടത്തെ ചങ്കുറപ്പോടെ കുരിശു ചുമന്നു. അപ്പൻ കുരിശു ചുമന്ന തഴമ്പിൻ്റെ ബലത്തിലാ ഞാനിന്ന് ഇവിടെ വരെ എത്തിയേ. അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയുമാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചേ. പ്രാർത്ഥനയാ നമ്മെ ഇവിടെ വരെ എത്തിച്ചത്. ദൈവത്തിൻ്റെ ഇടപെടലാ നമ്മെ ഇവിടെ വരെ എത്തിച്ചത്. ആ പ്രവർത്തിക്കുന്ന ദൈവം ആ നീതി തേടുന്നവർക്ക് വേണ്ടി പറയുക, ഈ വീട് അനുഭവിച്ച ഒരു സംതൃപ്തി, പത്രോസിനില്ലാത്ത, യോഹന്നാനില്ലാത്ത, യാക്കോബിനില്ലാത്ത സംതൃപ്തി ഈ ശിമയോനുണ്ടായത് എങ്ങനെ? ദൈവത്തിനായി നിലകൊള്ള ഒരു മനസ്സ് കാട്ടിയപ്പോൾ. ഈ രാത്രി ദൈവത്തിന് വേണം, ദൈവത്തിനായി നിലകൊള്ളാൻ മനസ്സുള്ള ഒരു ജനത. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, അങ്ങയ്ക്കായി പാടും, അങ്ങയ്ക്കായി പ്രസംഗിക്കും, അങ്ങയ്ക്കായി അവസാന ശ്വാസം വരെ നിലനിൽക്കും. ഈ കേട്ട ദൂതിൽ നിങ്ങളെ സ്പർശിക്കുന്ന അത്തരം ഒരാശയമുണ്ടെങ്കിൽ അവർക്ക് മാത്രം കരമുയർത്താ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ ചില കരമുയർത്തുന്നു, ചില കരമുയർത്തുന്നു,
ചില സഹോദരങ്ങൾ കരമുയർത്തുന്ന യേശു നിങ്ങളെ തൊടട്ടെ. ആ കരം അഭിമാനപുരസരം ഉയർത്തിയട്ടെ. ഇതേ കോടികൾ വെട്ടിപ്പിടിക്കാനോ മണിമാളിക പണിയാനോ അല്ല. എനിക്ക് യേശുവിൻ്റെ കുരിശ് ചുമക്കണം. ലജ്ജ കൂടാതെ യേശുവിന് വേണ്ടി നിൽക്കണം. ഏത് പ്രതിസന്ധിക്കുള്ളിലും യേശുവിന് വേണ്ടി നിൽക്കണം. അവരോട് അവസാനത്തെ ദൂത മുന്നമേ രാജ്യവും നീതി മനുഷ്യനോട് പറയുക, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ധൈര്യപ്പെടണം. ധൈര്യത്തോടെ വിശുദ്ധിയുടെ വേർപാട്ടോടെ നമുക്ക് യേശുവിനെ അനുധാവനം ചെയ്യാം. കർത്താവ് ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.